ഈ തീപ്പെട്ടിക്കൂട് പോലെ ചതുരാകൃതിയിലുള്ള വസ്തു ഒന്ന് കുത്തിനോക്കിയാ പറഞ്ഞുതരും. 12-11 വയസ്സിനുള്ളിലുള്ള കുട്ടികൾ പോലും അറിഞ്ഞോ അറിയാതെയോ ഏതെങ്കിലും ഒരു ലഹരി പദാർത്ഥം ഉപയോഗിച്ചു പോകുന്നവരെ ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ നമ്മുടെ മുന്നിൽ ഉണ്ടാകുമ്പോൾ നമ്മുടെ കണ്ണിന് മുന്നിലുള്ള ഈ സന്തോഷം, നമ്മുടെ ശരീരത്തിന്റെ ഈ ഊർജ പ്രസരിപ്പ് നഷ്ടപ്പെടാൻ ഒരു സെക്കൻഡ് നിമിഷത്തെ ഒരു പോരായ്മയിലൂടെ നമ്മുടെ മക്കൾ മറ്റൊരു ലോകത്തെത്തി കഴിഞ്ഞാൽ നമ്മുടെ സന്തോഷം ഈ ദുനിയാവിൽ അതോടുകൂടി അസ്തമിക്കും. അതുകൊണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മഹല്ല് അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയാണ്. മഹലിലെ എല്ലാ വീടുകളിലും ഇന്നിന്റെ പ്രതിസന്ധികളെ, പ്രശ്നങ്ങളെ ഉത്തരവാദിത്തത്തോടുകൂടി, ഉത്തമ ബോധ്യത്തോടുകൂടി എത്തിക്കേണ്ടത് എന്റെ ധാർമ്മികമായ ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്ന് മനസ്സിലാക്കി മഹല്ല് കമ്മിറ്റിക്കാരും ഇതിന്റെ സംഘാടകരൊക്കെ ഈ വിഷയം നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട് വെച്ചു എന്നതിൽ ഏറെ അഭിമാനകരമാണ് എക്സൈസിനെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ലഹരി എന്ന് പറഞ്ഞാല് ഓരോ ദിവസം പത്രത്തിൽ കാണുന്ന എന്തൊക്കെയോ സാധനം പിടിച്ച് പോലീസ് എക്സൈസുകാർ കൊണ്ടുപോയി 10 കൊല്ലം 20 കൊല്ലം ശിക്ഷ കിട്ടി എന്ന പത്രവാർത്തകളും മീഡിയ വാർത്തകളും കാണുന്നുണ്ട്. അത് മാത്രമായിരിക്കും ലഹരി എന്ന തെറ്റായ ധാരണ ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ട മാലൂരെ, അത് മാത്രമല്ല ലഹരി. മോശപ്പെട്ട ലഹരി എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ, ഒരു വിദ്യാർത്ഥിയുടെ, ഒരു കുട്ടിയുടെ ഒരു മനസ്സിൽ അവന്റെ ചിന്തകളെ, അവന്റെ സ്വപ്നങ്ങളെ തകർത്ത് കളയുന്ന എന്ത് മോശപ്പെട്ടുണ്ടോ അതൊക്കെ മോശപ്പെട്ട ലഹരി വിവാദത്തിൽ വരും. അപ്പൊ ഞാനിത് പറയുന്നത് നമുക്ക് വിശാലമായൊരു സമയമില്ല. ബോധവൽക്കരണ ക്ലാസ് 3 മണിക്കൂറൊക്കെ വേണം. അതുകൊണ്ട് അതിന് ചുരുക്കി അതിന്റെ ബ്രീഫാ ഞാൻ പറയുക. നമ്പർ 1 ലഹരി. ഈ വിഷയത്തിൽ പല രക്ഷിതാക്കന്മാർ വിചാരിക്കും എന്റെ മോൻ മഗ്‌രിബിന് ശേഷം വീട്ടിലുണ്ട് കൃത്യസമയത്ത്, സേഫ് സോൺ. എന്റെ മോള് മഗ്‌രിബിന് മുന്നേ വീട്ടിലുണ്ട്, സേഫ് സോൺ. എന്റെ മോനും മോളും മഗ്‌രിബിന് മുന്നേ വീട്ടിലേതുകൊണ്ട് മാത്രം സേഫ് സോൺ ആവൂ? മാതൃത്വത്തിന്റെ ലഹരി അവർക്ക് നുണയാൻ സാധിക്കുന്നുണ്ടോ? പിതൃത്വത്തിന്റെ ലഹരി അവർക്ക് നുണയാൻ സാധിക്കുന്നുണ്ടോ? മറിച്ച് നേരത്തെ സാറ് സൂചിപ്പിച്ച ഓർമ്മയില്ല, ഒരു 2 വയസ്സുള്ള കുട്ടി അടുക്കളയിലുള്ള ഒരു കത്തിക്ക് വേണ്ടി കരഞ്ഞാൽ ഞാനോ നിങ്ങൾ എടുത്തു കൊടുക്കുവോ? ഒരു 1.5 വയസ്സുള്ള ഒരു കുട്ടി, ഒരു ചെറിയ മോനാവട്ടെ അടുക്കളയിൽ ഒരു നല്ല കത്തി കണ്ട് കരഞ്ഞാൽ നിങ്ങൾ എടുത്തു കൊടുക്കുവോ? മാലൂർ എന്ത് പറയും ഉത്തരം? എക്സൈസുകാരൻ വന്ന് പൊട്ട ചോദ്യം ചോദിക്കുന്നത്. ആരെങ്കിലും കരഞ്ഞു കഴിഞ്ഞാൽ കത്തി എടുത്താൽ കൊടുക്കുവോ? ഇല്ല. ആ ചോദ്യം ഞാൻ മാറ്റും. 1.5 വയസ്സുള്ള 2 വയസ്സുള്ള ഇതേ കുട്ടി ഒരു മൊബൈൽ ഫോണിന് വേണ്ടി കരഞ്ഞു കഴിഞ്ഞാൽ ആ കരച്ചിൽ മാറ്റാൻ ഞാൻ നിങ്ങൾ മൊബൈൽ ഫോൺ എടുത്തു കൊടുക്കാറുണ്ടോ? കരച്ചിൽ മാറ്റാൻ മൊബൈൽ ഫോൺ എടുത്തു കൊടുക്കാറുണ്ടോ? കത്തിക്കെല്ലാം മൂർച്ച കൂടുതൽ എന്റെ മാലൂരെ. കത്തി കൊണ്ട് കൈമുറിഞ്ഞു കഴിഞ്ഞാൽ ഉണങ്ങാൻ വൈദ്യശാസ്ത്രം പുരോഗമിച്ചിട്ടുണ്ട്. കരച്ചിൽ മാറ്റാൻ, ഭക്ഷണം കഴിപ്പിക്കാൻ വേണ്ടി, ഉറങ്ങാൻ വേണ്ടി, നമുക്ക് മറ്റുള്ളവരുമായി സംസാരിക്കാൻ വേണ്ടി, നമുക്ക് ലക്ഷണത്തിന് ഹാപ്പിനെസ്സിന് ഒരു ഫ്രീഡം കിട്ടാൻ വേണ്ടി 1.5 വയസ്സുള്ള 2 വയസ്സുള്ള 3 വയസ്സുള്ള ചെറിയ മക്കളുടെ കയ്യിൽ ജീവനില്ലാത്ത, രക്തമില്ലാത്ത, മാംസമില്ലാത്ത, മജ്ജയില്ലാത്ത, നാടിയില്ലാത്ത, ഞരമ്പുകളില്ലാത്ത, ചലനശേഷിയില്ലാത്ത ഈ സാധനം എടുത്തു കൊടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഓർമ്മിച്ചോ, മൂലക്കുള്ള കാലിനെടുത്തിടാൻ തുടങ്ങിയിരിക്കുന്നു ഞാനും നിങ്ങളും. ഇതിന് ജീവനില്ല. ഇത് ഞാനിവിടെ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എടുക്കാൻ വിട്ടുപോയാൽ ബ്രണ്ണൻ കോളേജിന് തൊട്ട് താഴെ എന്റെ വീട്, നടന്നു വരൂല അവിടെ. ഇതിന് മാംസമില്ല, മജ്ജയില്ല, നാടിയില്ല, ഞരമ്പുകളില്ല. എന്നാൽ എന്റെ പ്രിയപ്പെട്ട യുവത്വത്തോട് ഞാൻ ചോദിക്കുന്നു, ഉത്തരം എന്നോട് പറയണ്ട. നിങ്ങൾ സ്കൂളും കോളേജും മദ്രസയൊക്കെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആരോടാ സംസാരിക്കാറ്? ജീവനുള്ള ഉമ്മയോടാണോ? രക്തമുള്ള ഉമ്മയോടാണോ? മാംസമുള്ള ഉമ്മയോടാണോ? മജ്ജയുള്ള പിതാവിനോടാണോ? നാടിയുള്ള പിതാവിനോടാണോ? മറിച്ച് രക്തോട്ടമില്ലാത്ത, മാംസമില്ലാത്ത, മജ്ജയില്ലാത്ത യന്ത്രത്തിനോടാണോ? ഉത്തരം എന്നോട് പറയണ്ട. നിങ്ങൾ ആലോചിച്ച് നോക്കിയട്ടെ. സ്കൂള് വിട്ട് വീട്ടിലെത്തിക്കഴിഞ്ഞാല് യൂണിഫോം പോലും മാറ്റൂല, ചെരുപ്പ് അഴിച്ച് വേഗം റൂമിൽ കയറി എടുത്ത് കുത്താൻ തുടങ്ങി. രക്ഷിതാക്കന്മാർക്ക് കുഴപ്പമൊന്നുമില്ല, ശല്യം ഒഴിവായി, കുത്തട്ടെ. ലഹരിയുടെ അധ്യായം 1 ഇത്. ഭക്ഷണം കഴിപ്പിക്കാൻ വേണ്ടി കൊടുക്കുന്ന സാധനം ഇത്. ഞാനിത് രാവിലെ വരുമ്പോ എന്റെ വീട്ടിനകത്ത് മിഷനുണ്ട്, തൂക്കുന്ന മിഷൻ ഞാൻ തൂക്കിയിട്ടുണ്ട്. 82.3 കിലോ എന്റെ തൂക്കം, വിത്ത് ഡ്രസ്, ബൂട്ട് എല്ലാം അടക്കോ. ഞാനെന്തിനാ ഇത് പറയുന്നു? 82.3 കിലോ. എങ്ങനെയാ എന്റെ ഈ ശരീരം എന്നറിയാനേക്ക്? മരിച്ചുപോയി 2 മാസം മുന്നേ എന്റെ പ്രിയപ്പെട്ട മാതാവ്, എന്റെ ഉമ്മ എനിക്ക് ഭക്ഷണം നൽകിയ ആ സാഹചര്യം ഇപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്.
ഒരു പാത്രത്തിൽ ഭക്ഷണം വിളമ്പി ഉരുളയാക്കി എടുത്ത് മുറ്റത്തൂടെ നടത്തിച്ച് ഒരു ഭാഗത്ത് എന്നെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് പട്ടാപ്പകല് ഭക്ഷണം കഴിപ്പിക്കാൻ വേണ്ടി എന്നെ മുന്നിലിരിക്കുന്ന പ്രായം കൂടി എല്ലാവരും ഒന്ന് പഴയ കാലം ആലോചിച്ച് നോക്കിയിട്ട് എങ്ങനെ ഭക്ഷണം കഴിപ്പിച്ചത്? കഴിക്കുമോളെ എന്ന് പറയുമ്പോ വേണ്ട 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 ചുണ്ടിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കും. എന്താ പറഞ്ഞത്? പട്ടാപ്പകല് എന്റെ ഉമ്മ പച്ചക്കള്ളം പറഞ്ഞുകൊണ്ട് എന്നെ തീറ്റിച്ച കഥയൊക്കെ ഇപ്പൊ എനിക്ക് ഓർമ്മയുണ്ട്. പെട്ടെന്ന് ഉമ്മ പറയും, എന്താ പറയാ? അമ്പിളി അമ്മ വന്നിട്ടാണ് പട്ടാപ്പകല്. നമ്മള് മേലോട്ട് നോക്കും, അതാ ഒരു ഉരുളി അങ്ങ് കൊണ്ടുപോയി. ആടെ വയറാ നിറഞ്ഞത്? ഉമ്മാന്റെ വയറ്. 2 കാക്ക വന്നിട്ടാ ഒരു ഉരുളി ഇങ്ങോട്ട് പോയി. 3 മൈന വന്നിട്ടാ ഒരു ഉരുളി ഇങ്ങോട്ട് പോയി. ആ തടിയാണ് ഈ തടി, ആ തടിയാണ് ഈ കാണുന്ന തടി. ഇങ്ങനെ കഴിപ്പിച്ച് ഭക്ഷണം കഴിപ്പിച്ച് പാകപ്പെടുത്തിയ തടിയാണ്. ഇനി ഞാൻ പറയുന്ന വിഷയം മാലൂരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഈ നാട്ടിലെ കഥയേ അല്ല, വേറെ സ്ഥലത്തെ കഥയാണ്. ഇന്ന് ഭക്ഷണം കഴിക്കുമ്പോ ന്യൂജൻ ഉമ്മമാർ അമ്മാർ പെട്ടെന്ന് നമുക്ക് കുട്ടികളെ തൂക്കല് കെട്ടി ഓയെ പോലെ ആക്കണല്ലോ. എന്താ ചെയ്യാ? ഫോൺ തുറന്നു വെച്ച് യൂട്യൂബ് എടുത്ത്, വാട്സപ്പ് എടുത്ത്, ഫേസ്ബുക്ക് എടുത്ത്, ട്വിറ്റർ എടുത്ത്, മെസ്സഞ്ചർ എടുത്ത്, ഇൻസ്റ്റാഗ്രാം എടുത്ത്, നവമാധ്യമത്തിന്റെ സമസ്ത മേഖലകളിലേക്ക് പോയി എടുത്ത് വിറ്റി. എന്നിട്ട് പറയും, മോനെ നോക്കു മോനെ. 1.5 വയസ്സാ കുട്ടിക്കുണ്ടാവുക. നോക്കുമോളെ, 2 വയസ്സാ നോക്കുണ്ടാവുക. ആ കുട്ടി ഇങ്ങനെ നോക്കുമ്പോ ഒരു ഭാഗത്ത് ഉമ്മ ഉരുട്ടി അണ്ണാക്കിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കും. വെട്ടി വീഴുന്നു കുട്ടി. കുട്ടിയുടെ നോട്ടം എവിടെയാ? മാതാവിന്റെ സുന്ദരമായ കണ്ണിലെ വെളിച്ചം കുട്ടി കാണുന്നില്ല. മാതാവിന്റെ കൈപുണ്യം കുട്ടി അറിയുന്നില്ല. ഉമ്മയുടെ കൈപുണ്യത്തിന് സാധറിഞ്ഞവരില്ലേ ഞാൻ നിങ്ങളും? മാതാവിന്റെ കൈപുണ്യം അറിയുന്നില്ല, ഉമ്മയുടെ സ്നേഹപ്രകടനം അറിയുന്നില്ല, ഉമ്മയുടെ കണ്ണിലെ വെളിച്ചം കാണുന്നില്ല. യാന്ത്രികമായി ആ മൊബൈൽ ഫോണിലെ വീഡിയോയിലെ പാട്ടും നൃത്ത ചുവടുകളും കണ്ടുകൊണ്ട് ഇങ്ങനെ വെട്ടി വിഴുങ്ങുന്നതിനിടയിൽ എന്റെ പ്രിയപ്പെട്ട മാലൂരെ പെട്ടെന്ന് നെറ്റ് തീർന്നോ എന്ന് വിചാരിക്കും നിങ്ങൾ. എന്താ ചെയ്യാ? തൊണ്ടക്ക ഭക്ഷണം ഉണ്ടാവാ, അങ്ങനെ വെക്കും. ഓടണം സിറ്റിയിൽ, നെറ്റ് റീചാർജ് ചെയ്ത് വീണ്ടും ഓടുമ്പോ ഇതല്ലേ ഭക്ഷണ രീതി? കുട്ടികൾക്ക് ഉറങ്ങാൻ കൊടുക്കുന്ന സാധനം മാർട്ടിൻ കൂപ്പർ പണ്ട് പറഞ്ഞിട്ടുണ്ട്. അമ്മമ്മേന്റെ അല്ലെങ്കിൽ ഉമ്മാമ്മന്റെ മടിയിൽ അല്ലെങ്കിൽ ഇങ്ങനെ നെഞ്ചിൽ തലവെച്ച് കിടന്നുറങ്ങുന്ന അതിസുന്ദരമായ കാഴ്ചകളും കഥകളൊക്കെ ചെറിയ പ്രായത്തിൽ ഞാൻ നിങ്ങളും കേട്ടിട്ടുണ്ടാവും. ഇന്ന് മക്കൾ എങ്ങനെ ഉറങ്ങുന്നത്? മാർട്ടിൻ കൂപ്പറെ നെഞ്ചിൽ വെച്ചിട്ട് ഉറങ്ങുന്നത്. മാർട്ടിൻ കൂപ്പർ കണ്ടുപിടിച്ച സാധനം ഇത് നെഞ്ചിൽ വെച്ചിട്ടില്ല ഇന്ന് മക്കൾ ഉറങ്ങുന്നത്. ഭാര്യയും ഭർത്താവും മക്കളെല്ലാം ഒരു കട്ടിൽ കിടന്നുറങ്ങി കഴിഞ്ഞാൽ ഇന്നെന്താ സംഭവിക്കുന്നത്? രാവിലെ ഭാര്യ ഏർലി മോർണിംഗ് സുബഹ് നമസ്കരിക്കാൻ വേണമെങ്കിൽ ഏർലി മോർണിംഗ് അതിരാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഭാര്യ ആദ്യം തപ്പുന്നത് അടുത്ത് ഇക്ക ഉറങ്ങുന്ന ഇക്ക കട്ടിലുണ്ടോന്നല്ല, ഈ സാധനാർത്ഥം ഉണ്ടോന്നാ നോക്കുന്നത്. എനിക്കാണ് ആദ്യം വന്നിട്ടെങ്കിൽ എന്റെ ഓൾറെഡി പോരാല്ല, ആ സാധനം ആടെ തന്നെ ഉണ്ടോന്നാ നോക്കുന്നത്. ഇതാണ് അഡിക്ഷൻ. ചിലയാൾക്ക് ബാത്റൂം പോകുമ്പോ ഇത് വേണം, അവയിലില്ല. ബസ്സിൽ നിൽക്കാനും സ്ഥലം ഉണ്ടാവില്ല, ഇരിക്കാനും സ്ഥലം ഉണ്ടാവില്ല. ഏതെങ്കിലും ചാരം ഒരു സ്ഥലം കിട്ടിയാൽ ആടി ഉണ്ടാവും, കുത്തുന്നുണ്ടാവും. ഇതാണ് അഡിക്ഷൻ. ലഹരി മറ്റു ലഹരിയിലേക്ക് ആടി എത്തുന്നതിന് മുന്നേ മൊബൈൽ ഫോണിനെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാട്ടെ. ഇത് വീട്ടിലെ അവസ്ഥ എന്താ? ഉപ്പ ഒരു ഭാഗത്ത് കുത്തുന്നു, ഉമ്മ ഒരു ഭാഗത്ത് കുത്തുന്നു, മക്കൾ ഒരു ഭാഗത്ത് കുത്തുന്നു. ഇപ്പൊ ആരാരെയാ നിയന്ത്രിക്കേണ്ടത്? സകലാൽ കുത്തുക. ആരാരെയാ നിയന്ത്രിക്കേണ്ടത്? ഒരുമിച്ച് ഒരു വീട്ടിൽ നിന്ന് പരസ്പരം കാണുന്നുണ്ട, സംസാരിക്കുന്നുണ്ട. എല്ലാം നവമാധ്യമങ്ങളുടെ ഉള്ളിലേക്ക്, യന്ത്രത്തിന്റെ ഉള്ളിലേക്ക് തലച്ചോറ് പോയി. ഇവിടെയാണ് പ്രവാചകന്റെ സുന്ദരമായ വചനം, അതിസുന്ദരമായ വചനം. സകല തിന്മകളുടെ മാതാവാണ് ലഹരി. ആ സകല തിന്മകളുടെ മാതാവായ ലഹരി ഇന്ന് മൊബൈൽ ഫോണിന്റെ രൂപത്തില്, വാട്സപ്പിന്റെ രൂപത്തില്, ഫേസ്ബുക്കിന്റെ രൂപത്തില്, കരരൂപത്തിലെ ലഹരി, ദ്രാവക രൂപത്തിലെ ലഹരി, വാതക രൂപത്തിലെ ലഹരി, മോശപ്പെട്ട സൗഹൃദത്തിലൂടെ ലഹരിയുടെ ദുരന്തങ്ങളിലേക്ക് എത്തപ്പെട്ടു പോകുന്നു. ഇവിടെയാണ് മാലൂർ നമുക്ക് ഉണർന്ന് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. ഈ വിഷയത്തിൽ എന്റെ മോള് കൃത്യസമയത്ത് വീട്ടിലെത്തിയത് കൊണ്ട് മാത്രം കോൺഫിഡൻസ് ആവേണ്ടവരല്ല നമ്മള്. ആ മോൾ, വീട്ടിലിരിക്കുന്ന മോൾ എന്നോട് ഒരു ദിവസം എത്ര മണിക്കൂർ സംസാരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു രക്തമില്ലാത്ത ഒരു വസ്തുവിന്റെ ഉള്ളിലേക്ക് എന്റെ മോനും മോളും പോയിട്ടുണ്ടോ? നാളെ മക്കൾക്ക്, മകന് നമ്മളോട് താല്പര്യം തോന്നണമെങ്കിൽ എന്റെയും നിങ്ങളുടെയും കുട്ടി ഒരു ദിവസം വീട്ടിന്റെ ഉള്ളിൽ നിന്ന് ഏത് വസ്തുവുമായിട്ടാണ് ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെന്റ്, ആ വസ്തുവിനോടാണ് അവർക്ക് താല്പര്യം ഉണ്ടാവുക. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ സ്കൂൾ പഠിക്കുമ്പോ ഉമ്മാനോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഉമ്മ കണ്ണൂരൊക്കെ പോകുമ്പോ ഞാൻ വരുന്നു, ഉമ്മ കണ്ണൂര് നാളെ പോകുന്ന ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ഉമ്മ പറയും പഠിച്ചോട്ടെ ഇരുന്നിട്ട് നാളെ പരീക്ഷ. ഉപ്പ പറയും വേണ്ടേ, പരീക്ഷ.
എന്തൊരു ദുഃഖം ഉണ്ടാവും ആരുമല്ലേ? എനിക്ക് നിങ്ങൾക്ക് ദുഃഖം ഉണ്ടായില്ലേ? ഉമ്മ തലശ്ശേരി പോകുന്നു, കണ്ണൂരിൽ പോകുന്നു, മട്ടന്നൂരിൽ പോകുന്നു, ഇരിട്ടി പോകുന്നു, പരീക്ഷ പഠിച്ചോ 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 എന്ന് പറയുമ്പോ ഇനി അടുത്ത പറയുന്നത് ഞാൻ മാലൂരുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു വിഷയമാണ്. ഇന്നിന്റെ പുതിയ ന്യൂജൻ മക്കളിൽ ഒരു വലിയ വിഭാഗം ഉമ്മാനോട് ഉപ്പാനോട് പറയാ, ഉമ്മ നിങ്ങൾ മട്ടന്നൂരോ, നിങ്ങൾ ഇരിട്ടിയിലോ, നിങ്ങൾ ഉരുവച്ചാലോ, നിങ്ങൾ കൂത്തുപറമ്പോ, നിങ്ങൾ ദേരയിലോ, നിങ്ങൾ അലയിലോ, നിങ്ങൾ ഒമാനിലോ, നിങ്ങൾ മസ്കറ്റിലോ, നിങ്ങൾ ജപ്പാനിലോ, നിങ്ങൾ വാഷിംഗ്ടണിലോ, നിങ്ങൾ ഖത്തറിലോ, എവിടെ വേണമെങ്കിലും പോയിക്കോ, പക്ഷേ ഈ സാധനം അവിടെ തന്നെ വെക്കണേ. ഇതാണ് ലഹരി. ഉമ്മാനെ കിട്ടിയിട്ടില്ലെങ്കിൽ സാരമില്ല, മാർട്ടിൻ കൂപ്പർ വേണം. ഉപ്പ എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, മാർട്ടിൻ കൂപ്പർ വേണം. ഇതില്ലാതെ പോവാൻ പറ്റാത്ത സാഹചര്യത്തിൽ മക്കളെ വാർത്തെടുക്കുന്നതിൽ നിർണായകമായി പങ്കുവഹിക്കുന്നവരാണ് ഞാനും നിങ്ങളും ഉൾക്കൊള്ളുന്ന രക്ഷിതാക്കന്മാർ. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, ടാങ്കിലുള്ളതേ പൈപ്പിൽ വരും. ടാങ്ക് ക്ലീൻ ചെയ്യണം. ടാങ്ക് എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളുമാണ്. ഇവിടെ ഇരിക്കുന്ന 3 വയസ്സുള്ള ഒരു കുട്ടിയുണ്ടെങ്കിൽ ആ കുട്ടിയോട് ഞാൻ എന്റെ വീട്ടിൽ നിന്ന് എന്റെ മോളോട് പറയാറുണ്ട്, നിങ്ങൾ പറയാറില്ലേ, മോനെ മൊബൈൽ ഫോൺ എടുത്ത് കളിക്കരുത്, കണ്ണ് പൊട്ടിപ്പോ. ഞാൻ പറയുന്നത് വീട്ടിൽ മക്കളോട് ചെറിയ പ്രായത്തിൽ മൊബൈൽ ഫോൺ എടുത്ത് കളിക്കരുത്, മോനെ മോളെ കണ്ണ് പൊട്ടിപ്പോന്ന് ഞാൻ പറയാറുണ്ട്. നിങ്ങളും പറയാറില്ലേ മാലൂരെ? ആ സത്യം ഞാൻ നിങ്ങളുടെ മക്കളോട് വിളിച്ചു പറഞ്ഞ് ആ സത്യം മക്കൾ വിശ്വസിച്ച് കഴിഞ്ഞതിന് ശേഷം 3 ദിവസം കഴിഞ്ഞിട്ട് മക്കൾ ഇങ്ങനെ ആലോചിക്കും, എന്നിട്ടെന്താ ഉമ്മാന്റെ കണ്ണ് പൊട്ടാത്തത്, എന്നിട്ടെന്താ ഉപ്പാന്റെ കണ്ണ് പൊട്ടാത്തത്? നമ്മൾ കുത്തരുത് കുത്തരുത് കുത്തരുന്ന് പറഞ്ഞ് വീട്ടിൽ നമ്മൾ കുത്തി 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 കളിച്ചാൽ എന്ത് മാതൃക? പ്രവാചകൻ ജീവിതം കൊണ്ട് മാതൃക കാണിച്ചതല്ലേ? സ്ത്രീ സംരക്ഷണത്തിന്റെ, തൊഴിലാളി വർഗത്തിന്റെ, സഹനത്തിന്റെ, സ്നേഹത്തിന്റെ, ഐക്യത്തിന്റെ, മാനവികതയുടെ, മതേതരത്വത്തിന്റെ എത്ര സുന്ദരമായ മാതൃക കാണിച്ചതാണ്. നമ്മൾ പിന്തുടരുന്ന പ്രവാചക മാതൃകയാണ്. ആ മാതൃക പിന്തുടരാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. നിങ്ങൾ ആലോചിച്ചോട്ടെ, ഇന്ന് ഇങ്ങനെ ഉക്കത്തെടുത്ത് വരുന്ന മക്കളിലല്ലേ ഒരു കല്യാണത്തിന് പോകാൻ വേണ്ടി ഇങ്ങനെ നമ്മളിങ്ങനെ ആലോചിക്കാൻ വിചാരിക്കും, അതോ കല്യാണത്തിന് പോകുന്ന സമയത്ത് ഇതും കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്റെ സാരിയെ ചൊല്ലിയും ഒരു കോൺഫിഡൻസ് ഉണ്ടാവില്ല കല്യാണ വീട്ടില്. അതുകൊണ്ട് കുട്ടീനെ ഉമ്മാമന്റെ അടുത്ത് അങ്ങ് കൊടുക്കും. എന്നിട്ട് ഉമ്മാമനോട് പറയും, പണ്ട് മുലക്കുപ്പിയൊക്കെ കൊടുത്തിട്ടാ പോക്ക്, കരയുമ്പോ കൊടുക്കാം. ഇപ്പം കരയുമ്പോ ഈ സാധനം കൊടുത്താൽ മതി, ഇതങ്ങ് പിടിക്കാൻ കൊടുത്താൽ മതി. അങ്ങനെ കല്യാണത്തിന് പോയി ഉമ്മാമന്റെ അടുക്ക തൊട്ടില്ലാക്കിയ കുട്ടിക്ക് കരയുമ്പം കൊടുക്കാൻ വേണ്ടിയിട്ട് മാർട്ടിൻ കൂപ്പർ കണ്ടുപിടിച്ച ജീവനില്ലാത്ത വസ്തു കൊടുത്തു എന്ന് പറഞ്ഞു കൊടുത്ത് ഞാനും നിങ്ങളും മട്ടന്നൂരും ഇരിട്ടിയെല്ലാം കല്യാണത്തിന് പോയിട്ട് വരുമ്പോ പർദ്ദയിൽ ഒരു ചുളിവ് പോലും വന്നിട്ടുണ്ടാവില്ല. കാരണം മക്കൾ ഇങ്ങനെ എടുത്തു പിടിച്ചിട്ടില്ലല്ലോ. സാരിയിൽ ഒരു ചുളിവ് പോലും വന്നിട്ടുണ്ടാവില്ല, ചൂരുകാരിൽ ഒരു ചുളിവ് പോലും വന്നിട്ടുണ്ടാവില്ല. പക്ഷേ മാലൂരെ ഞാൻ അടിവരയിട്ടുകൊണ്ട് പറയുന്നു, തിരിച്ചു വരുമ്പോൾ നിങ്ങൾ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഉമ്മാമന്റെ കയ്യിൽ ഏൽപ്പിച്ച ആ മകൻ മകൾ ആരോ ആവട്ടെ, ആ 1.5 വയസ്സുകാരൻ കരഞ്ഞപ്പോ ഉമ്മാമ ഈ സാധനം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവന്റെ മനസ്സ് ചുളിഞ്ഞു പോയിട്ടുണ്ടാവും. ആ ചുളിവ് നിവർത്തേണ്ട ഇസ്തിരിപ്പെട്ടി ലോകത്തിലെ ഒരു കമ്പനിയും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. പർദ്ദ ചുളിഞ്ഞാൽ നിവർത്തുന്ന ഇസ്തിരിപ്പെട്ടി കണ്ടുപിടിച്ചിട്ടുണ്ട്. സാരി ചുളിഞ്ഞാൽ നിവർത്തുന്ന ഇസ്തിരിപ്പെട്ടി ഇവിടെയുണ്ട്. ചൂരിദാർ ചുളിഞ്ഞാൽ നിവർത്തുന്ന ഇസ്തിരിപ്പെട്ടി ഇവിടെയുണ്ട്. എന്റെ പാന്റ് ഷർട്ടും ചുളിഞ്ഞാൽ നിവർത്തുന്ന ഇസ്തിരിപ്പെട്ടി ഇവിടെയുണ്ട്. മൊബൈൽ ഫോൺ കൊണ്ട് കളിച്ചു മക്കളുടെ മനസ്സിന് കറ വീണുപോയാൽ ആ സ്ക്രാച്ച് മായ്ക്കുന്ന ഒരു കമ്പനിയും അങ്ങനത്തെ ഒരു ഇസ്തിരിപ്പെട്ടി കണ്ടുപിടിച്ചിട്ടില്ല എന്ന് യാഥാർത്ഥ്യം തിരിച്ചറിയണം. എന്തുകൊണ്ടാണ് മൊബൈൽ ഫോണിനെ കുറിച്ച് ഞാൻ എടുത്തു പറയാൻ കാരണം? എന്റെ പ്രത്യേകിച്ച് രക്ഷിതാക്കന്മാര് ഈ വിഷയത്തിൽ വേണ്ടത്ര ജാഗ്രത പുലർത്തുന്നവരല്ല. എല്ലാവരും മറ്റ് ലഹരിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതൊന്നും എന്റെ മോനില്ല എന്ന് പറയും. ആ ലഹരികളിലേക്ക് എല്ലാ മക്കളെ എത്തിക്കുന്നതിൽ നിർണായകമായി പങ്കുവഹിക്കുന്ന സാധനമായി ഇത് എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയണം. ഇനി ഈ അടുത്ത കാലത്ത് ഞാൻ പിണറായി എക്സൈസ് റേഞ്ച് ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നു. ഈ അടുത്ത കാലത്ത് ഞാൻ വൈകുന്നേരം ഓഫീസ് വിട്ട് നമ്മൾ മമ്പറം എന്ന് പറഞ്ഞ ടൗൺ ഉണ്ട്. ആ മമ്പറം ടൗണിലോട് ഞാനിങ്ങനെ യാത്ര ചെയ്ത് വരുമ്പോ പെട്ടെന്ന് മഴ പെയ്തു. എന്റെ കയ്യിൽ കുടയുണ്ട്, ഞാനങ്ങ് കുട പിടിച്ചു. അതാ ആയിരക്കണക്കിന് 5-6 സ്കൂളിന്റെ മെമ്പർ മൊത്തം ആയിരക്കണക്കിന് കുട്ടികൾ ഇങ്ങനെ മാല പോലെ വരുന്നു. മഴ പെയ്യുന്നു. കുറെ കുട്ടികൾ കുട തുറന്നിട്ടുണ്ട്. കുറെ കുട്ടികളുടെ ആണും പെണ്ണും കയ്യിൽ കുടയുണ്ടെങ്കിലും തുറക്കുന്നില്ല. മഴ പെയ്തിട്ട് കുട്ടികളെ കുട തുറക്കുന്നില്ല. കുറെ കുട്ടികൾ, ഒരു മോളെ ഞാൻ എടുത്തു വെച്ചു, മോളിങ്ങ വാ, മഴയല്ലേ പെയ്യുന്നത്, എന്താ കുട തുറക്കാത്തത്? അപ്പൊ കുട്ടി എന്നോട് പറയാം, ഇതൊരു വൈബ്. മഴ പെയ്യുമ്പോ കുട തുറക്കാതെ മഴ നനഞ്ഞൊരു എന്റെ വൈബിന്റെ റീൽസിന്റെ കാലഘട്ടം ഇത്. ഇരിട്ടിക്കടുത്ത് വെച്ച 2 മനഃശാസ്ത്ര വിദ്യാർത്ഥികള് വെള്ളത്തിൽ ഒഴിച്ചു പോയി നിങ്ങൾ കണ്ടിട്ടില്ലേ?
മനുഷ്യന്റെ മനഃശാസ്ത്രം പഠിച്ച 2 വിദ്യാർത്ഥികൾ വൈബിന് വേണ്ടി റീൽസിന് വേണ്ടി പോയി 2 വെള്ളത്തിൽ ഒലിച്ചു പോയി മരിച്ചുപോയത് ഈ അടുത്ത കാലത്ത് ഞാൻ നിങ്ങൾ കണ്ടിട്ടില്ലേ? വൈബിന്റെ ലോകം, റീൽസിന്റെ ലോകം, മറ്റൊന്നും വേണ്ട. ഈ ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു. ഇൻസ്റ്റാഗ്രാമുമായി ബന്ധപ്പെട്ട് ഈ അടുത്ത കാലത്ത് തലശ്ശേരിയിലെ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി കെട്ടിത്തൂങ്ങി മരിച്ച വാർത്ത നിങ്ങൾ പത്രത്തിൽ കണ്ടിട്ടുണ്ടെങ്കിൽ, ദൃശ്യമാധ്യമങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ഉമ്മയുടെ പർദ്ദയുടെ ധരിച്ചുകൊണ്ട് സാരിത്തുമ്പിൽ തൂങ്ങി മരിച്ചിരിക്കുന്ന ദയനീയമായ ചിത്രം. ഇതാണ് നവമാധ്യമങ്ങൾ ഉള്ളിലേക്ക് കുടുങ്ങിപ്പോയാൽ കരരൂപത്തിലും ദ്രാവക രൂപത്തിലും സെമി സിന്തറ്റിക് രൂപത്തിൽ മാത്രമല്ല, മക്കളുടെ മനസ്സിലെ മലീനസമാക്കുന്ന സൈബർ ലോകത്തിലേക്ക് മക്കൾ പോകുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ ഓരോ രക്ഷിതാക്കന്മാർക്കും ബാധ്യതയുണ്ട്, ഉത്തരവാദിത്തമുണ്ട്. മുലയൂട്ടുന്ന പ്രായത്തിൽ നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ മക്കളെ താലൂലിച്ച് വളർത്തിയോ അതുപോലെ ഹൃദയത്തോട് ചേർത്ത് വെക്കേണ്ട പ്രായമാണ് കൗമാര കാലഘട്ടം. കൗമാര കാലഘട്ടത്തിൽ കുട്ടികളെ ചേർത്ത് പിടിക്കാൻ കഴിയണം. ഹോർമോൺ വ്യതിയാനമുള്ള കാലഘട്ടമാണ്, ശബ്ദത്തിന് വ്യതിയാനം വരുന്ന കാലഘട്ടമാണ്, ഓപ്പോസിറ്റ് അട്രാക്ഷൻ വരുന്ന കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിലെ മക്കളെ അതിസമർത്ഥമായി തരണം ചെയ്യാൻ പ്രവാചകന്റെ പ്രകീർത്തനങ്ങള് നിങ്ങൾ മൊബൈൽ ഫോണിന്റെ വാട്സപ്പിന്റെ ഫേസ്ബുക്കിന്റെ ഫോട്ടോക്ക് പകരം പ്രവാചകന്റെ കഥകളുമായി ബന്ധപ്പെട്ട 20 പുസ്തകം കുട്ടികളെ കൊണ്ട് വായിപ്പിക്കും. പ്രവാചകന്റെ മാതൃകാപരമായ 20 കഥകൾ കുട്ടികൾ വായിക്കട്ടെ. വാട്സപ്പിന്റെ ഫേസ്ബുക്കിന്റെ ട്വിറ്ററിന്റെ മെസ്സഞ്ചറിന്റെ ഇൻസ്റ്റാഗ്രാമിന്റെ യൂട്യൂബിന്റെ ലോകത്തേക്ക് പോയി ഉപ്പ വേണ്ട ഉമ്മ വേണ്ട ഒളിച്ചോട്ടം എന്ന മറ്റൊരു ലഹരി, ചെറിയ പ്രായത്തിൽ തന്നെ കെട്ടിത്തൂങ്ങുന്ന മറ്റൊരു ലഹരി, പഠനത്തോട് താല്പര്യമില്ലാത്ത മറ്റൊരു ലഹരി, അത്തരം ലഹരികളിലേക്ക് പോകാതിരിക്കാൻ പ്രവാചകന്റെ 20 പുസ്തകം എടുത്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ കൈകളിലേക്ക് കൊടുക്കുക. അവര് വായിക്കട്ടെ, പ്രവാചകന്റെ പ്രകീർത്തനങ്ങൾ വായിക്കട്ടെ, സുന്ദരമായ കഥകളും കവിതകളും വായിക്കട്ടെ. അവര് യഥാർത്ഥ ലഹരി എന്താണെന്ന് ഒടിയട്ടെ. ഞാനിത് അടിവരയിട്ട് പറയാൻ കാരണം പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, എന്റെ മോൻ അത് ഉപയോഗിക്കില്ല. എല്ലാ രക്ഷിതാക്കന്മാർക്കും, ഇവിടെ കൂടിയിരിക്കുന്ന ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ രക്ഷിതാക്കന്മാരും ഓവർ കോൺഫിഡൻസ് ആണ്. എന്റെ മോൻ അത് ചെയ്യില്ല, എന്റെ മോൾ അത് ചെയ്യില്ല, അടുത്ത വീട്ടിലെ കുട്ടിയാണ് കുഴപ്പക്കാരൻ, അടുത്ത വീട്ടിലെ മോളാണ് മോശക്കാരൻ. നിങ്ങൾ ആലോചിച്ച് നോക്കിയട്ടെ. ആരെങ്കിലും നാട്ടിൽ ആരെങ്കിലും പറഞ്ഞാൽ മതി, ഇവിടെ എന്റെ മോനല്ലേ രാത്രി 12 മണിയായിക്ക് മാലൂർ ടൗണിൽ നിന്ന് തിരിഞ്ഞ് മറിഞ്ഞ് കളിക്കുന്ന കാണുന്നു പറയുമ്പോ അപ്പം ദേഷ്യം വരൂ. അതൊരു സാധനം വാങ്ങാൻ ഞാൻ ഓനെ അയച്ചതാ അവിടെ കൗണ്ടർ ചെയ്യും. നമ്മുടെ കുട്ടികളെ ഇങ്ങനെ പറയുന്നത് നമുക്ക് ആർക്കും ഇഷ്ടമല്ല. തലശ്ശേരിയിലുള്ള ഞാൻ മാലൂരിൽ വന്ന് വെച്ച് പറയുന്നു, എനിക്ക് 2 പെൺകുട്ടികളാ. തലശ്ശേരിയിലുള്ള ഞാൻ മാലൂരിൽ വെച്ച് പറയുന്നു, എന്റെ 2 പെൺകുട്ടികളെ ഞാൻ നോക്കിക്കോളും. പക്ഷെ പ്രിയപ്പെട്ട മാലൂര്, എവിടെയെങ്കിലും കണ്ടാൽ നിങ്ങളും കൂടി ഒന്ന് നോക്കണേ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇതാണ് കാലഘട്ടം. എന്റെ 2 പ്രിയപ്പെട്ട മക്കളെ ഞാൻ തന്നെ നോക്കിക്കോളും. പക്ഷെ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ നിങ്ങളും കൂടി ഒന്ന് സഹായിക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നെഞ്ചിൽ കൈവച്ചുകൊണ്ട് നിങ്ങൾ പറയണം, നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ സംരക്ഷിക്കും. പക്ഷേ എവിടെയെങ്കിലും കണ്ടാൽ നിങ്ങളും കൂടി ഒന്ന് സംരക്ഷിക്കണേ. കലുഷിതമായ ഒരു കാലഘട്ടത്തിലൂടെ നാട് കടന്നു പോകുന്നത്. ഈ വിഷയത്തിൽ ജാഗ്രത പുലർത്തിയില്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ഈ സാധനം എന്റെ നിങ്ങളുടെ വീട്ടിന്റെ മുന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ, പോലീസ് വണ്ടി വന്നാൽ, എക്സൈസ് വണ്ടി വന്ന് കോളിംഗ് ബെല്ലടിച്ച് മോനെ വിളിക്ക് എന്ന് പറയുമ്പോ, അല്ലോ എന്റെ മോളോ എന്റെ മോനോ എന്ന് പറഞ്ഞുകൊണ്ട് കൈ തലയിൽ വെക്കുന്ന ഒരു സാഹചര്യം ഇല്ലാതിരിക്കണമെങ്കിൽ ഈ വിഷയത്തിൽ ജാഗ്രത വേണം. നിങ്ങൾ മദ്രസയിലെ ഈ മദ്രസയിൽ രാവിലെ ഉസ്താദ് ഹാജരെടുക്കാൻ ഒരു അറ്റൻഡൻസ് രജിസ്റ്റർ ഉണ്ടാവില്ലേ? നിങ്ങളുടെ മക്കൾ പഠിക്കുന്ന സ്കൂളിൽ പഠിക്കുന്ന ആ സ്കൂളിൽ നിങ്ങളുടെ അധ്യാപകൻ ഹാജരെടുക്കുന്നില്ലേ? 1ാമത്തെ പീരീഡ് മക്കളെ, ആ മക്കളെ ഹാജർ വിളിക്കൂലേ? രാവിലെ വിളിക്കൂലേ മദ്രസയിൽ നിന്ന്? ഷമീർ പ്രസന്റ് ഉസ്താദെ അല്ലെങ്കിൽ ഹാജർ. സ്കൂളിൽ നിന്ന് വിളിക്കും പറയില്ലേ റസീന ഹാജർ എന്ന് പറയാറില്ലേ? ആ ഹാജർ പുസ്തകം സ്കൂളിലും മദ്രസയിലും മാത്രം പോരാ, അടിവരയിട്ടുകൊണ്ട് ഞാൻ പറയുന്ന മാലൂര്, നിങ്ങൾ ഓരോരുത്തരുടെയും വീട്ടിൽ ഒരു ഹാജർ പുസ്തകം വേണം. നിങ്ങൾ ഓരോരുത്തരുടെയും വീട്ടിൽ ഒരു ഹാജർ പുസ്തകം വേണം. നിങ്ങൾ മറ്റന്നൂർ പോയി കഴിഞ്ഞാൽ വാങ്ങിച്ചോ അത്, അല്ലെങ്കിൽ എവിടെയാണ് ഇവിടെ അടുത്ത സ്ഥലം ഒരു ഹാജർ പുസ്തകം കിട്ടുക, അവരുടെ ഹാജർ പുസ്തകം നിങ്ങൾ വാങ്ങിക്കുക. എന്നിട്ട് ഹാജർ പുസ്തകത്തിൽ നിങ്ങൾ വീട്ടിലെ മക്കളെയും മരുമക്കളെയും എല്ലാം പേരെഴുതണം. സെപ്റ്റംബർ മാസല്ലേ ഇത്? സെപ്റ്റംബർ മാസ കോളത്തിൽ മക്കളെയും മരുമക്കളെല്ലാം പേരെഴുതുക. എന്നിട്ട് നിങ്ങൾ രാവിലെ ഉസ്താദ് തീർത്ത ഹാജർ പുസ്തകത്തിൽ ഹാജർ വിളിച്ചോട്ടെ, സ്കൂളിൽ മാസം ഹാജർ വിളിച്ചോട്ടെ. പക്ഷെ നിങ്ങളെപ്പോ ഹാജർ വിളിക്കേണ്ടെന്നറിയോ? മഗ്‌രിബ് ബാങ്കിന് ശേഷം നിങ്ങൾ വീട്ടിൽ നിന്ന് ഹാജർ വിളിക്ക്. ഷമീർ റസീന എന്ന് വിളിക്കുമ്പോ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് ഹാജർ 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 എന്ത് പറയാൻ എല്ലാം ഉണ്ടോ നോക്കണം. മഗ്‌രിബ് ബാങ്ക് നിസ്കാര സമയശേഷം സന്ധ്യാസമയം വീട്ടിൽ വിളക്കിയതിനു ശേഷം വീട്ടിൽ ഹാജർ പുസ്തകം തുറക്ക്. എന്നിട്ട് ഹാജർ വിളിക്കുമ്പോൾ ഉള്ളുന്ന മക്കള് ഹാജർ 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 എന്ന് പറയാൻ മക്കളുണ്ടോ നോക്കണം. മക്കള് 10 മണിക്കും 11 മണിക്കും 12 മണിക്കും 1 മണിക്കും 2 മണിക്കും
ലൈസൻസ് ഇല്ലാത്ത ബൈക്കുമായി യാതൊരു മടിയില്ലാതെ കറങ്ങി നടക്കുന്ന കൂട്ടത്തില് 9ാം ക്ലാസ്സുകാരനുണ്ട്, 10ാം ക്ലാസ്സുകാരനുണ്ട്, 11ാം ക്ലാസ്സുകാരനുണ്ട്, 12ാം ക്ലാസ്സുകാരുണ്ട്. ആരാണ് ഇവരെ പുറത്തു വിടുന്നത്? പറ. പരിശുദ്ധമായി ഇസ്ലാം എന്താ പറഞ്ഞിരിക്കുന്നത്? നേരത്തെ ഉറങ്ങി നേരത്തെ എഴുന്നേൽക്കൂ എന്ന ശീലം മാറിയില്ലേ? 1 മണിക്ക് പിള്ളേർ വന്നിട്ട് വഹർ വരെ കടന്നുറങ്ങുന്ന പുത്തൻ ശൈലിയിലേക്ക് കാലം മാറിക്കൊണ്ടിരിക്കുമ്പോൾ പ്രവാചകന്റെ ജന്മദിനത്തിൽ പ്രവാചകന്റെ സന്ദേശം പിന്തുടരുന്ന നമ്മൾ എവിടെയെങ്കിലും അടിതെറ്റി സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ അത് തിരുത്തുവാനുള്ള ഏറ്റവും നല്ല ദിവസങ്ങളിൽ ഒന്നല്ലേ ഇത്? ആലോചിച്ച് നോക്കിയട്ടെ. 6 മണിക്ക് മാലൂര് നിങ്ങളുടെ നാട്ടിൽ കോഴിയൊക്കെ വളർത്തുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ വീട്ടില് ചുറ്റുപാടയിൽ കോഴി വളർത്തുന്ന വീടൊക്കെ ഉണ്ടെങ്കിൽ വൈകുന്നേരം 6:30 മണിയായി മഗ്‌രിബ് വാക്കൊക്കെ കൊടുത്തതിന് ശേഷം കോഴി വീട്ടിൽ കയറിയില്ലെങ്കിൽ ടെൻഷൻ ആവൂലേ? ആകെ ടെൻഷനായില്ലേ? പോയി അടുത്ത വീട്ടിൽ ചോദിക്കും, എന്റെ റസിയത്താ, എന്റെ വെള്ളക്കോയിനെ കണ്ടിനോ? ഇല്ല മോള്, എന്റെ വെള്ളക്കോയി ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലോ. അടുത്ത വീട്ടിൽ എന്റെ സെക്കീനത്ത, എന്റെ വെള്ളക്കോയി ഇവിടെ വന്നിട്ടോ? കണ്ടിട്ടില്ലല്ലോ വെള്ളക്കോയിന്. കോഴി 6:30 മണിക്ക് വീട്ടിൽ കയറിയിട്ടില്ലെങ്കിൽ ടെൻഷൻ ഇരിക്കുന്ന എന്റെ മാലൂരിന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ പ്രത്യേകിച്ച് ഞാൻ നിങ്ങളോട് പറയുന്നു, 6:30 മണിക്ക് 7 മണിക്ക് മക്കൾ വീട്ടിൽ കയറിയില്ലെങ്കിൽ അടുത്ത വീട്ടിൽ പോയി ചോദിക്കുവോ, എന്റെ സെക്കീനത്ത, എന്റെ മോനെ കണ്ടിനോ? 6:30 മണിയായി കാണുന്നില്ല, 7 മണിയായി കാണുന്നില്ല എന്ന് ചോദിക്കുവോ? ഇല്ല. അത് വൈകി ഓടുന്ന തീവണ്ടി പോലെ 12 മണിക്ക് എത്തേണ്ട സാധനം. ഈ സംസ്കാരം ഏതാ? പരിശുദ്ധമായ ഇസ്ലാം പറഞ്ഞ സംസ്കാരം ഏതാ? 12 മണിക്ക് മക്കൾ വീട്ടിൽ കയറി വരുമ്പോ, കോളിംഗ് ബെല്ലടിക്കുമ്പോ ഒരു ഉമ്മ വാതിൽ തുറന്നെടുക്കുമ്പോ ആ ഉമ്മാക്കറിയാം ഈ വാതിലിന് മുട്ടിയിരിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട നൊന്ത് പ്രസവിച്ച എന്റെ മോനാണ്. അതാണ് മാതൃത്വത്തിന്റെ സുന്ദര ലഹരി. എന്നാൽ വാതിൽ തുറന്നിട്ട് ഉള്ളിലേക്ക് കടക്കുന്ന മോന് ഈ സാരി ധരിച്ചിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മയാണ്, ഈ പർദ്ദ ധരിച്ചിരിക്കുന്ന എന്റെ ഉമ്മയാണ്, ഈ മേക്സ് ധരിച്ചിരിക്കുന്നത് എന്റെ സഹോദരിയാണ്, ഈ ഉടുപ്പ് ധരിച്ചിരിക്കുന്ന എന്റെ രക്തമായ എന്റെ മോളാണ് എന്ന് തിരിച്ചറിയാൻ കഴിയണമെങ്കിൽ മാലൂരെ സ്വബോധം വേണം. 12 മണിക്കും 1 മണിക്കും കോളിംഗ് ബെല്ലടിച്ച് ഉള്ളിൽ കയറുന്ന കുട്ടികള് ഇത്തരം കൂട്ടുകെട്ടിൽപ്പെട്ട് സെമി സിന്തറ്റിക് ഡ്രഗ്സ് അടിച്ചാണ് വരുന്നുണ്ടെങ്കിൽ, ഉള്ളിൽ കിടക്കുന്ന കളയുന്ന മക്കൾക്ക് പർദ്ദ ധരിച്ചിരിക്കുന്ന ഉമ്മയെ കാണുമ്പോ, സാരി ധരിച്ചിരിക്കുന്ന സഹോദരിയെ കാണുമ്പോ, ഉടുപ്പ് ധരിച്ചിരിക്കുന്ന മകളെ കാണുമ്പോ എന്റെ ഉമ്മയാണ്, എന്റെ മകളാണ്, എന്റെ സഹോദരിയാണ് തിരിച്ചറിയണമെങ്കിൽ സ്വബോധം വേണം. ആ സ്വബോധത്തെ നശിപ്പിച്ചു കളയുന്ന സാധനത്തിന്റെ പേരാ ലഹരി. അല്ലാണ്ട് ഏതെങ്കിലും ഒരു ഉപ്പാക്ക് സ്വന്തം മോളെ പീഡിപ്പിക്കാൻ കഴിയുമോ? ഏതെങ്കിലും ഒരു അച്ഛന് സ്വന്തം മകളെ പീഡിപ്പിക്കാൻ കഴിയോ? ഇല്ല. സ്വബോധമില്ലാത്ത അവസ്ഥയിലേക്ക് മനുഷ്യനെ എത്തിച്ചുകൊണ്ട് ഭ്രാന്തരാക്കുക. രക്തത്തെ തിരിച്ചറിയാൻ പറ്റാതെ വരിക, മകളെ തിരിച്ചറിയാൻ പറ്റാതെ പോവുക, മാതൃത്വത്തെ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മനുഷ്യനെ ആക്കി വെക്കുന്ന സാധനത്തിന്റെ പേര് ലഹരി. ആ പിശാചിനെ നൂറ്റാണ്ടുകൾക്ക് മുന്നേ എടുത്തു കളയണമെന്ന് ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞ അന്ത്യപ്രവാചകന്റെ വചനം സാന്ദർഭികമായി ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മയിലേക്ക് കൊണ്ടുവരുന്നു. ഈ അടുത്ത കാലത്ത് എന്റെ നാട്ടിൽ മുഴപ്പിലങ്ങാട്, ധർമ്മടത്തിന് തൊട്ടപ്പുറം മുഴപ്പിലങ്ങാട്, ആ മുഴപ്പിലങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഈ അടുത്ത കാലത്ത് ഒരു സംഭവം ഉണ്ടായി. വൈകുന്നേരം ഞാൻ വീട്ടിലെത്തിയപ്പോൾ, ഓഫീസിലെ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലെത്തിയതിനു ശേഷം ഓഫീസിലെ ചില ആവശ്യങ്ങൾക്കായി മാർട്ടിൻ കൂപ്പർ കണ്ടുപിടിച്ച സാധനം എടുത്ത്, അല്ലാണ്ട് കളിക്കാനല്ല, നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട, ഈ സാധനം എടുത്തപ്പോ ഓൺലൈൻ മീഡിയയിൽ ഒരു വാർത്ത ഇങ്ങനെ പോവുകയാണ്. 11 വയസ്സുള്ള മുഴപ്പിലങ്ങാട് സ്വദേശിയായ ഒരു കുട്ടിയെ 5 പേരിലേക്ക് പട്ടിക്കൂട്ടങ്ങൾ കടിച്ചു കയറി അവനെ തലശ്ശേരി ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു. തലശ്ശേരി ജനറൽ ആശുപത്രിയിലെ സൂത്രം വിളിച്ച് പറഞ്ഞു, കുട്ടി മരിച്ചുപോയി, മോർച്ചറിയിലാണ് ഉള്ളത്. അവന്റെ മുട്ടിന് താഴെ ചില ഭാഗങ്ങൾ പട്ടി വലിച്ചു കൊണ്ടുപോയിരിക്കുന്നു. ആ കുട്ടിയുടെ ഫോട്ടോ അധികം വൈകാതെ മീഡിയയിലേക്ക് വന്നപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ആ കുട്ടി പഠിക്കുന്നത് എന്റെ വീടിന്റെ തൊട്ടടുത്ത് 1 കിലോമീറ്റർ അപ്പുറമുള്ള ജൂനിയർ ചേംബർ ഓഫ് ഇന്റർനാഷണൽ JCI പ്രസ്ഥാനം നടത്തുന്ന മീത്തലപീഡിയ എന്ന് പറയുന്ന സ്ഥലത്ത് നടത്തുന്ന ഭിന്നശേഷിക്കാരെ കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയത്തിലെ 5ാം ക്ലാസ്സുകാരനാണ് ഇവൻ. 11 വയസ്സുകാരൻ, 5ാം ക്ലാസ്സുകാരൻ. അവന്റെ ഡിസബിലിറ്റി എന്താണെന്നറിയോ? അവന് സംസാരശേഷിയില്ല, അവന് കേൾവിശേഷിയില്ല. സംസാരശേഷിയില്ലാത്ത, കേൾവിശേഷിയില്ലാത്ത പ്രിയപ്പെട്ട മകൻ പതിപോലെ സ്കൂൾ വിട്ട് സ്കൂൾ ബസ്സിൽ വീട്ടിലേക്ക് പോയി. ആ വീട്ടിലെത്തിയതിനു ശേഷം ചായ കുടിച്ച് സ്ഥിരമായിട്ട് അടുത്ത വീട്ടിൽ കളിക്കാൻ പോകുന്ന പോലെ അന്നും കളിക്കാൻ പോയി. അവന്റെ ഉമ്മ ശ്രദ്ധിച്ചില്ല. സ്ഥിരമായിട്ട് പോകുന്ന മോനല്ലേ, അറ്റൻഷൻ അത്ര കൊടുത്തില്ല. പക്ഷെ ആ ദിവസം നിർഭാഗ്യവശാൽ 50 മീറ്റർ കുട്ടി നടന്ന് മുന്നോട്ട് പോയപ്പോ അവന്റെ ഉമ്മാന്റെ ശ്രദ്ധ അങ്ങ് മാറിപ്പോയപ്പോ 5 പേരിലേക്ക് പട്ടിക്കൂട്ടങ്ങൾ ആക്രോശിച്ചുകൊണ്ട് അവന്റെ പിന്നാലെ ഓടി വന്നു. ആ ആക്രോശം കുര കേൾക്കാൻ അവന് ചെവി കേൾവിയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. കുട്ടിക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല. പട്ടിക്കൂട്ടങ്ങൾ ആക്രോശിച്ചുകൊണ്ട് അവനെ കടിച്ചു കീറി, മാംസളമായ ഭാഗങ്ങൾ കടിച്ചു കീറി, രക്തം വാർന്നൊഴുകുമ്പോ ഒന്നുറക്കെ പറയാൻ അവന് നാവില്ല, സംസാരശേഷിയില്ലാത്ത, കേൾവിശേഷിയില്ലാത്ത 11 വയസ്സുകാരൻ നിശ്ചലനായി മരണത്തിന് കീഴടങ്ങിയ ദയനീയമായ ആ ചിത്രത്തിന് ഫലമായി എത്ര ദിവസം നമ്മുടെ മീഡിയ ആ ചർച്ച ചെയ്തു. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലായോ മാലൂരെ? കേൾവിശേഷിയില്ലാത്ത, സംസാരശേഷിയില്ലാത്ത ഒരു മോനെ
5 പേളിക പട്ടിക്കൂട്ടങ്ങൾ കടിച്ചു കയറി കൊലപ്പെടുത്തിയതാണ് മാലൂരെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അടിവരയിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു 5 പേളിക പട്ടിക്കൂട്ടങ്ങൾ കാട്ടിയ പേക്കൂത്തിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞെങ്കിൽ ഉറപ്പിച്ചു പറയുന്നു, ഈ പേളിക പട്ടിയേക്കാൾ ക്രൂരനാണ് ലഹരി. പേളിക പട്ടിയേക്കാൾ ക്രൂരനാണ് ലഹരി. എന്റെ ഉമ്മയാണ് എനിക്ക് തോന്നണമെങ്കിൽ, എന്റെ സഹോദരിയാണ്, എന്റെ മകളാണ്, എന്റെ ഉമ്മാമയാണ്, എന്റെ വേട്ടപ്പെട്ടവരാണ്, എന്റെ അയൽവക്കക്കാരിയാണ് എന്നെനിക്ക് തോന്നണമെങ്കിൽ സ്വബോധം വേണം. ആ സ്വബോധത്തെ തകർത്ത് കളയുന്ന സാധനമാണ് ലഹരി. മാലൂരിന്റെ മണ്ണിൽ അതിറങ്ങാതിരിക്കാൻ, ഈ മഹലിലെ ഒരൊറ്റ വീട്ടിൽ ലഹരി എത്താതിരിക്കാൻ, ഒരാളിൽ ഒരു വീട്ടിൽ ലഹരി എത്തിക്കഴിഞ്ഞാൽ ആ കുടുംബത്തിന്റെ അടിവേരം കൊണ്ട് പോകും. കോവിഡ് വന്ന് പോകുന്ന പോലെ ലഹരി പോവില്ല, നിപ്പ വൈറസ് വന്ന് പോകുന്ന പോലെ ലഹരി പോവില്ല. ലഹരി വീട്ടിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ആ കുടുംബത്തിന്റെ അടിവേര് പിഴുതെടുത്തുകൊണ്ട് മാത്രമേ പോകും. മാലൂർ എന്ന് പറയുന്ന സുന്ദരമായ മഹലിന്, മാലൂർ എന്ന് പറയുന്ന സുന്ദരമായ മണ്ണിന് ഞാൻ 1 ലിറ്റർ ശുദ്ധമായ പാലിനോട് ഉപമിക്കാം. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും ചേർത്തുകൊണ്ട് ഞാൻ പറയുന്നു, നമ്മൾ 1 ലിറ്റർ അതിശുദ്ധമായ പാലാണ്. പക്ഷേ പ്രിയപ്പെട്ട മാലൂര്, 1 ലിറ്റർ ശുദ്ധമായ ഒരു പാലിൽ 1 തരി ഉപ്പ് വീണാൽ പാൽ അശുദ്ധമായി. മാലൂരിന്റെ മണ്ണില്, സുന്ദരമായ മാലൂരിന്റെ മണ്ണില് ഒരു ലഹരി കടത്തുകാരനെത്തിയാൽ, ഒരു ലഹരി വിപണന ചിന്തനക്കാരനെത്തിയാൽ ആ പാൽ അശുദ്ധമാവുന്ന പോലെ ഈ മണ്ണ് അശുദ്ധമാവും. പറയണം, നമ്മുടെ മഹലിനെ വലിയ മഹലാണ് ഞാൻ മനസ്സിലാക്കുന്നു. ആ മഹലിന്റെ അടുത്ത വർഷത്തെ നബിദിനാഘോഷ പരിപാടിക്ക് മുന്നിൽ പറയണം, എന്റെ മഹലിൽപ്പെട്ട ഒരൊറ്റ കുട്ടിയും ഒരു എക്സൈസ് സ്റ്റേഷനിലെ കേസിലില്ല, ഒരു പോലീസ് സ്റ്റേഷനിലെ കേസിലില്ല. ലഹരിമുക്തമായ ഒരു മഹലിൽ പടുത്തുയർത്താൻ നബിദിന സന്ദേശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുടുംബ ബന്ധങ്ങളുടെ മൂല്യങ്ങൾക്ക് അത്രമേൽ പ്രാധാന്യം നൽകിയ നബിയുടെ വചനങ്ങളെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചു പറയണം. ഈ സന്ദേശം അർത്ഥവത്തായി, മൂല്യവത്തായി, ധാർമ്മിക ഉത്തരവാദിത്വത്തോടുകൂടി സകല കുടുംബങ്ങളും ഏറ്റെടുത്തുകൊണ്ട് 1 തരി ഉപ്പ് വീഴാൻ ഒരു കുടുംബത്തിലും അനുവദിക്കാതിരിക്കാൻ, മക്കളെ പാകപ്പെടുത്തിയെടുക്കാൻ ഞാൻ നിങ്ങളും സദാ ശ്രദ്ധ വലിക്കണം. അല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും. അതാണ് ലഹരി എന്ന് പറയുന്നത്. നിങ്ങൾ എന്തെങ്കിലും കണ്ണൂരെ പുതിയതൊരു ഭാഗത്തൊക്കെ പോകാൻ അവസരം കിട്ടിയാൽ, അത് നിങ്ങൾ ഭർത്താവിന്റെ കൂടെ അല്ലെങ്കിൽ മക്കളുടെ കൂടെ കാറിലാണെങ്കിലും ബസ്സിലാണെങ്കിലും ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ പുതിയതൊരു ഭാഗത്തേക്ക് പോകുമ്പോ വലതു ഭാഗത്താണ് കണ്ണൂർ സെൻട്രൽ ജയിൽ. ആ സെൻട്രൽ ജയിൽ ഭാഗത്തൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ചാൽ മതി. വൈകുന്നേരം 3 മണിക്കൊക്കെ വലിയ ക്യൂ കാണാം. ആ സെൻട്രൽ ജയിലിന്റെ മുന്നിൽ വൈകുന്നേരം 3 മണിക്ക് ഇങ്ങനെ വരിയായിട്ടുള്ള ക്യൂവിൽ ആണും പെണ്ണും നിൽക്കുന്നതാണ് ക്യൂ. ആ ക്യൂ ചപ്പാത്തി വാങ്ങാൻ നിൽക്കുന്ന ക്യൂ അല്ല ജയിലിന്റെ. ആ ക്യൂ ബിരിയാണി വാങ്ങാൻ നിൽക്കുന്ന ക്യൂ അല്ല. ആ ക്യൂ ഏത് ക്യൂ ആണെന്നറിയാം നിങ്ങൾക്ക്? ഉള്ളിൽ കിടക്കുന്ന മകളെ കാണാൻ, ഉള്ളിൽ കിടക്കുന്ന മകനെ കാണാൻ, ഉള്ളിൽ കിടക്കുന്ന സഹോദരിയെ കാണാൻ, ഉള്ളിൽ കിടക്കുന്ന ഭർത്താവിനെ കാണാൻ, അവിടുത്തെ വിസിറ്റേഴ്സ് രജിസ്റ്ററിൽ ഒപ്പുവെച്ച് മക്കളെ കാണാൻ, ഭർത്താവിനെ കാണാൻ നിൽക്കുന്ന ക്യൂ നിൽക്കുന്ന കൂട്ടത്തിൽ മാനൂരിന്റെ ഒരു രക്ഷിതാക്കന്മാരും ഇല്ലാതിരിക്കണമെങ്കിൽ ഈ വിഷയത്തിൽ കൃത്യമായി ജാഗ്രത വേണം. എന്റെ മകൻ പള്ളിയിൽ എന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട്, പള്ളിയിൽ തന്നെയാണ് പോയത്. എന്റെ മകൻ 30 ദിവസത്തെ വ്രതാനുഷ്ഠാനവുമായി ബന്ധപ്പെട്ട് പള്ളി എന്ന് പറഞ്ഞുകൊണ്ട്, നിസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട്, തറാവി എന്ന് പറഞ്ഞുകൊണ്ട് പള്ളിയിലേക്ക് പോയിട്ടുണ്ട്. എന്നാൽ തറാവി നിസ്കരിക്കാൻ അവൻ പള്ളിയിൽ ഉണ്ടായിട്ടുണ്ടോ? ആര് മോണിറ്റർ ചെയ്യണം? പറഞ്ഞു പോകുന്ന സ്ഥലത്തിലെ മക്കളുണ്ടോ? ഇന്ന് ടർഫിൽ കളിയുണ്ട് ഉമ്മ, രാവിലെ വരെ കളിയാന്ന് പറഞ്ഞപ്പോ എന്റെ മോൻ ടർഫിലല്ലേ പോയത്, അങ്ങനെ ടർഫിൽ അവൻ എത്തിയിട്ടുണ്ടോ? അവിടെ കളി ഉണ്ടായിരുന്നോ? ആ കളി അർദ്ധരാത്രി വരെ നീണ്ടു നിന്നിട്ടുണ്ടോ? ആര് മോണിറ്റർ ചെയ്യണം? ഇന്ന് നമ്മളെ മക്കളോടുള്ള ഈ അമിത വാത്സല്യകാര്യം, മക്കളെ നമ്മളെ കൃത്യമായി മിസ്യൂസ് ചെയ്യും. ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ അന്ധമായി വിശ്വസിച്ചു പോകുന്ന കൂട്ടത്തിൽ വരാതെ മക്കളോട് സ്നേഹവും കാര്യമൊക്കെ വേണം. പക്ഷേ ഇന്നിന്റെ വർത്തമാന കാലഘട്ടത്തെ കൃത്യമായി വായിച്ചറിയുന്ന രക്ഷിതാക്കന്മാരെ അപ്ഡേഷൻ വേണം. നമുക്കാകെ മൊബൈൽ ഫോണിനെ കുറിച്ച് എന്താ മാലൂരിലെ പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരന്മാരെ, ആകെ മൊബൈൽ ഫോണിനെ കുറിച്ച് നമുക്ക് ആദ്യം എന്താ അറിയാം? പ്രായം ചെന്ന് നമുക്ക് ആകെ എന്താ അറിയാം? പച്ച മേലോട്ടാക്കി കഴിഞ്ഞാൽ ഓണായി, ചുവപ്പ് താഴോട്ടാക്കി കഴിഞ്ഞാൽ ഓഫായി. ഇതറിയുന്നവരിലെ മഹാഭൂരിഭാഗം പഴയ തലമുറയിൽപ്പെട്ടവര്. നമ്മൾ അഭിമാനത്തോടു കൂടി എന്താ പറയാ, വന്ന നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട് വീട്ടിലൊക്കെ കുടുംബക്കാരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ചായ സൽക്കാരൊക്കെ നൽകിയിട്ട് പറയും, ആ പറ എന്തൊക്കെ വിശേഷം, എന്റെ മോളാ അത്. എത്ര വയസ്സായി? 3 വയസ്സ്. എന്നിട്ടോ സ്വന്തമായി സെൽഫി എടുക്കും. ഫേസ്ബുക്കിലെല്ലാം എന്റെ മോക്ക് അക്കൗണ്ട് ഉണ്ട്, ഓളാണ് എനിക്ക് ഓൺലൈനിന്റെ കാര്യങ്ങളും ഈ ലോണിന്റെ കാര്യങ്ങളെല്ലാം ഓളാണ് ഇറക്കുന്നത്. 3 വയസ്സുള്ള കുട്ടിയുടെ മുന്നിൽ വെച്ച് പുകഴ്ത്തി പറയുകയാണ്. ലോകാരോഗ്യ സംഘടന അടിവരയിട്ടുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്, 3 വയസ്സുള്ള കുട്ടിയുടെ കയ്യിൽ മൊബൈൽ ഫോൺ സ്പർശിക്കാൻ പോലും കൊടുക്കാൻ പാടില്ല. 3 വയസ്സ് മുതൽ 8 വയസ്സുള്ള കുട്ടിയുടെ കയ്യിൽ മൊബൈൽ ഫോൺ കൊടുക്കുന്നുണ്ടെങ്കിൽ രക്ഷിതാക്കന്മാരുടെ കൂടിയിരിക്കണം. എന്റെ മോളാണത്, മൊബൈൽ ഫോൺ അങ്ങനെ കളിക്കും, അവൾ ബാങ്കിൽ ചെയ്യും, അവർ ഇങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ആരാണ് പ്രോത്സാഹനം നൽകുന്നത്?
ഞാൻ നിങ്ങളുള്ള എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കന്മാരെ, ചെറു മനസ്സിൽ വീണ് പോയ ഈ കളങ്കം മാറ്റാൻ പിന്നെ എങ്ങനെ നമുക്ക് സാധിക്കുക? അതാണോ അത്യപ്രവാചകൻ നമ്മോട് പറഞ്ഞിരിക്കുന്നത്? മാതാവിന്റെയും പിതാവിന്റെയും എത്ര സുന്ദരമായ ധാർമ്മിക മൂല്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. 20 പ്രവാചകന്റെ പുസ്തകം കൊടുക്ക്, വാട്സപ്പ് തൽക്കാലം കൊണ്ട് മാറ്റിവെക്ക്. അവരെ യഥാർത്ഥ ലഹരിയിലേക്ക് പോകട്ടെ. ഈ നാടിനെ അറിയട്ടെ, നാലൂരിന്റെ സ്പന്ദനം അറിയട്ടെ, ഈ നാട്ടിലെ പച്ചപ്പ് കാണട്ടെ, ഈ പ്രകൃതിയെ കാണട്ടെ, കുടുംബക്കാരെ അറിയട്ടെ, അയൽവാസികളെ അറിയട്ടെ, സ്നേഹം എന്താണ് അറിയട്ടെ, സൗഹൃദം എന്താണ് അറിയട്ടെ, ഐക്യം, മാനവികത, മതേതരത്വം, മനുഷ്യ സ്വാർത്ഥം നമ്മുടെ മക്കൾ അറിയട്ടെ. മൂല്യബോധമുള്ള മക്കളെ നമ്മുടെ മക്കൾ വളരട്ടെ. 4 ചുമരിന്റെ ഉള്ളിൽ മൊബൈൽ ഫോൺ കൊടുത്ത് തൂക്കിലിട്ട് കോഴിയെപ്പോലെയാക്കാൻ വേണ്ടി പൂട്ടിയിടുന്ന കൂട്ടത്തിൽ വരരുത്. അവരെ പാകപ്പെടുത്തണം. അവർ വരണം, നിബിധനാഘോഷവുമായി ബന്ധപ്പെട്ട് പള്ളിയിൽ വരണം. അങ്ങനെ ഒരു ആഘോഷമുണ്ട്, എന്റെ നാടിന്റെ ആഘോഷമാണ്, എന്റെ ഉത്തരവാദിത്തമാണ്. അവിടെ അടങ്ങി അച്ചടക്കത്തോട് ഇരിക്കൽ അവർ പഠിക്കട്ടെ. ഒരു കുടുംബ വീട്ടിൽ പോകുമ്പോൾ കൂട്ടാണ് നിങ്ങള്, മരിച്ച വീട്ടിൽ പോകുമ്പോൾ കൂട്ടാണ് നിങ്ങള്, കല്യാണ വീട്ടിൽ പോകുമ്പോൾ കൂട്ടാണ് നിങ്ങള്. അവർ അറിയട്ടെ കുടുംബ ബന്ധങ്ങളുടെ മൂല്യം, മരണാനന്തര ചടങ്ങുകളെ കുറിച്ച് അവരറിയട്ടെ. എല്ലാ കാര്യങ്ങളും രക്ഷിതാക്കന്മാർ അവരറിയട്ടെ. ഞാനും നിങ്ങളുമല്ലേ നമ്മുടെ മക്കളുടെ ആദ്യത്തെ അധ്യാപകർ എന്ന് പറയുന്നത്. 3 വയസ്സ് വരെ നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഏതെങ്കിലും നഴ്സറിയിൽ അയച്ചിട്ടുണ്ടോ? ഏതെങ്കിലും മദ്രസയിൽ അയച്ചിട്ടുണ്ടോ? ഏതെങ്കിലും സ്കൂളിൽ അയച്ചിട്ടുണ്ടോ? ഇല്ല. 3 വയസ്സ് വരെ കുട്ടികൾ കാര്യങ്ങളൊക്കെ പഠിച്ച് എവിടെ നിന്നാ? എന്നെയും നിങ്ങളെയും കണ്ടിട്ട്, ഉപ്പ ചെയ്യുന്ന കണ്ട്, ഉമ്മ ചെയ്യുന്ന കണ്ട്, അതാണ് അവർ അനുകരിക്കുന്നത്. അപ്പൊ മികച്ച മാതൃക ഉള്ളവരാണ് നമ്മള്. മോനെ സിഗരറ്റ് വലിക്കല്ലേ, ശ്വാസകോശം പോയി കളിയെന്ന് ഉപ്പാക്ക് പറയാൻ കഴിയണമെങ്കിൽ ഉപ്പ ഇത് ഒഴിവാക്കുന്ന ആളായിരിക്കണം. അല്ലെങ്കിൽ ഉപ്പാനോട് മോൻ ചോദിക്കില്ല, കൗണ്ടർ ഉപ്പ വലിക്കുന്ന സാധനത്തിന്റെ പേരെന്താ? അതാണ് ഞാൻ പറഞ്ഞത്. ടാങ്ക് ക്ലിയർ ആക്കണം. അല്ലാതെ പൈപ്പിലെ വെള്ളത്തിലെ ശുദ്ധിയെക്കുറിച്ചും ശുദ്ധിക്കുറവിനെ കുറിച്ചും മാത്രം സംസാരിച്ചുകൊണ്ട് കാര്യമില്ല. പരിശുദ്ധമായി ഈ മാസത്തില് പ്രവാചകന്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് ഞാൻ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ OV വിജയൻ മാഷുടെ അതിസുന്ദരമായ ഒരു കോട്ടന്റെ മനസ്സിലേക്ക് ഓർമ്മ വരികയാണ്. എത്ര സുന്ദരമായിട്ടാണ് വിജയൻ മാഷ് പറഞ്ഞിരിക്കുന്നത് അറിയോ? സ്വന്തം കുഞ്ഞിനെ നിങ്ങൾ അനാഥ കുഞ്ഞിന്റെ മുന്നിൽ വെച്ച് താലോലിക്കരുത് എന്ന് പറഞ്ഞ പ്രവാചകനേക്കാൾ വലിയൊരു അധ്യാപകനെ ഈ ദുനിയാവിൽ ഞാൻ കണ്ടിട്ടില്ല എന്നാണ് OV വിജയൻ മാഷ് പറഞ്ഞത്. സ്വന്തം കുഞ്ഞിനെ അനാഥ കുഞ്ഞിന്റെ മുന്നിൽ വെച്ച് താലോലിക്കുന്നത് പാടില്ല എന്ന് പറഞ്ഞ പ്രവാചകന്റെ വചനം കേട്ട് അതിൽ പരം മറ്റൊരു അധ്യാപകനെ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞത്. നാട്ടിൽ വീട്ടിൽ കൈക്കോട്ടെടുത്ത് കൊത്താൻ വന്ന പ്രിയപ്പെട്ട ആ പണിക്കാരന്റെ വിയർപ്പ് ഉണങ്ങുന്നതിന് മുന്നേ അവന്റെ കൂലി കൊടുക്കണം പറഞ്ഞ തൊഴിലാളികളുടെ നേതാവാണ് അന്ത്യപ്രവാചകൻ. ഓരോ ഭാഗവും നിങ്ങൾ എടുത്തു നോക്കൂ. പ്രവാചകന്റെ സുന്ദരമായ കോട്ടിനുകൾക്ക് ഓർമ്മയില്ലേ? 2 കാര്യങ്ങൾ നിങ്ങൾ മറന്നു കളയണം. ഏതാ 2 കാര്യങ്ങൾ? നിങ്ങൾ ആർക്കെങ്കിലും സഹായം ചെയ്തിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ മറന്നു കളയണം. രണ്ടാമത് നിങ്ങൾ എന്താ മറന്നു കളയേണ്ടത്? ആരെങ്കിലും നിങ്ങളെ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങ് മറന്നു കള. അതാ പ്രവാചകൻ പറഞ്ഞത്. എന്നിട്ട് പ്രവാചകൻ പറയാ 2 കാര്യം നിങ്ങൾ ഓർത്തു വെക്കണം. എന്താ ഓർത്തു വെക്കണത്? നിങ്ങളെ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ അത് ഓർത്തു വെക്കണം. അല്ലാതെന്താ? നിങ്ങൾ ആരെങ്കിലും ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾ ഓർത്തു വെക്കണം. ഇതിൽ പരം മൂല്യബോധങ്ങൾ എന്താ വേണ്ടത്? ഇങ്ങനെ മൂല്യബോധമുള്ള നിരവധി സന്ദേശങ്ങൾ നൽകിയ ഈ കാലഘട്ടത്തിൽ, കലുഷിതമായ മൂല്യച്യൂതി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വർത്തമാന കാലഘട്ടത്തിൽ പ്രവാചകന്റെ സന്ദേശത്തിന് ഏറ്റവും സുന്ദരമായ, അതിസുന്ദരമായ സ്ഥാനമുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കാൻ കഴിയണം. ഒരു വലിയ ക്ലാസ്സിനുള്ള സമയമില്ല എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. കാരണം ബോധവൽക്കരണ ക്ലാസ്സിലേക്ക് പോവാൻ കഴിയില്ല. അത് 3 മണിക്കൂർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മറ്റുള്ള പരിപാടി പിന്നൊന്നും നടക്കൂല. അതുകൊണ്ട് ഞാൻ എന്റെ ഭാഷണത്തിന്റെ അവസാന ഭാഗത്തേക്ക് പോവുകയാണ്. ലഹരിക്കെതിരെയുള്ള സന്ധിയില്ല പോരാട്ടത്തിലേക്ക് നമുക്ക് നടത്തണം. എന്താണ് നേരത്തെ ഷാജി സാർ നിങ്ങളോട് പറഞ്ഞില്ലേ? പരിഗണിക്കണം, മക്കളെ സ്നേഹിക്കണം. മക്കൾ ഡ്രസ്സ് വാങ്ങിക്കാൻ വേണ്ടി പോയപ്പോഴുള്ള സാഹചര്യങ്ങളെ കുറിച്ചെല്ലാം പറഞ്ഞിട്ടില്ലേ? എന്താണ് മക്കൾക്ക് കൊടുക്കുന്ന പരിഗണന എന്ന് അറിയണ്ടേ? മദ്രസ വിട്ടിട്ട് വീട്ടിലേക്ക് വരുന്ന ഒരു മോൾ ഉണ്ടാവില്ലേ? സ്കൂള് വിട്ട് ചെറിയ വീട്ടിലേക്ക് വരുന്ന മോൾ ഉണ്ടാവില്ലേ? ചെറിയ ക്ലാസ്സില് നഴ്സറി പഠിക്കുന്ന പ്രിയപ്പെട്ട മോള് സ്കൂൾ വിട്ട് വരൂലേ? എന്താ ആലോചിക്കുക? എന്റെ ഉസ്താദ് പഠിപ്പിച്ച കഥകളും കവിതകളും ഈമാൻ കാര്യം, ഇസ്ലാം കാര്യം, ഫർദും സുന്നത്തും എല്ലാം എന്റെ പ്രിയപ്പെട്ട ഉമ്മയോട് പറയണം, എന്റെ ഉപ്പയോട് പറയണം എന്ന മോഹമായി വെമ്പൽ കൊള്ളുന്ന മനസ്സുമായി വീട്ടിലേക്ക് ഓടി വരുന്ന കുഞ്ഞു മനസ്സിനെ പരിഗണിക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയാറുണ്ടോ? എന്താ സംഭവിക്കുക? മോൾ ഇതെല്ലാം ആലോചിച്ചിട്ട് വരും. എന്റെ ഉസ്താദ് പഠിപ്പിച്ച ഈമാൻ കാര്യം പറയണം, ഉമ്മാനോട് ഇസ്ലാം കാര്യം പറയണം. എന്റെ സ്കൂളിൽ എന്റെ ടീച്ചർ പഠിപ്പിച്ച കഥകളും കവിതകളും ഒക്കെ എന്റെ പ്രിയപ്പെട്ട മാതാവിനോട് പിതാവിനോട് പറയണമെന്ന വെമ്പൽ കൊള്ളുന്ന മനസ്സുമായി വീട്ടിന്റെ അരികിലേക്ക് എത്തും. ഗേറ്റൊക്കെ ഉള്ള വീടാണെങ്കിൽ ഗേറ്റൊക്കെ തുറന്ന് എന്റെ മോളൊക്കെ എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്. ഗ്രിൽസിന്റെ അടുത്ത് എത്തുമ്പോ തന്നെ ഉമ്മ പറയും, ചെരുപ്പാട് കഴിച്ചു വെച്ചോ, ബാഗാട് വെച്ചോ, ചായാട് എടുത്തു വെച്ചിട്ടുണ്ട്, ബാഗൻ പോയി പഠിച്ചോ. ഇനി ആരോടാണ് ഈമാൻ കാര്യം കുട്ടി പറയേണ്ടത്? ആരോടാ ഇസ്ലാം കാര്യം പറയേണ്ടത്? എന്റെ ഉമ്മ എന്നെ കേൾക്കാൻ തയ്യാറാണോ? തയ്യാറാണ് എന്ന ചിന്ത കുഞ്ഞ് മനസ്സിൽ കൊണ്ടുവരാൻ കഴിയണം.
ചെറിയൊരു പൂമ്പാറ്റയെ കണ്ടുവരുന്ന മോളുണ്ടാവും. ചെറിയ പ്രായത്തിൽ 4-3 വയസ്സുള്ള കുട്ടി ഓടി വന്ന് ഉമ്മാനോട് പറയും, എന്റെ ഉമ്മ, ഞാൻ മാലൂർ ആ ടൗണിലോട്ട് ഇങ്ങ് വരുമ്പോ ഒരു സാധനം കണ്ടു, ഒരു അത്ഭുതം. എന്താ മോളെ അത്ഭുതം? മഞ്ഞ കളറിലെ പൂമ്പാറ്റ കണ്ടു ഉമ്മ. അപ്പൊ ഉമ്മയെന്ന് പറയാ, ഇതാണോ വലിയ അത്ഭുതം? അതാണ് വലിയ അത്ഭുതം. ആ കുഞ്ഞു മനസ്സിലേക്ക് താഴാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. വെറുതെ പറഞ്ഞാൽ മതി, മോളെ ഫ്രിഡ്ജെല്ലാം പഴയതായില്ല മോളെ, നമുക്ക് ഫ്രിഡ്ജ് വാങ്ങിക്കുന്നുണ്ടേ മോളെ, കണ്ണൂർ എന്ന സ്ഥലത്ത് പോയിട്ട് വാങ്ങിക്കുന്നുണ്ട്, നീല കളറുള്ള ഫ്രിഡ്ജാണേ മോളെ വാങ്ങിക്കുന്നത്. ഒരു കൗമാരക്കാരി ഒരു കുട്ടിയോട് ഒരു ഉമ്മ പറയുമ്പോ കുട്ടി അത്ഭുതപ്പെട്ടു, പടച്ചോനെ അതും എന്റെ ഉമ്മ എന്നോട് പറയുന്നു, ഇതെന്തൊരു പരിഗണന. വീട്ടിൽ പെയിന്റ് അടിക്കുന്നതിന്റെ മോളെ, പണിക്കാർ ഇന്ന് വരുവേ, വെള്ളക്കള്ളുള്ള പെയിന്റാണ് അടിക്കുന്നത്, പഠിച്ചോന് അതും എന്റെ ഉമ്മ എന്നോട് പറയുന്നു, ഇതെന്തൊരു പരിഗണന. ഈ പരിഗണന കൊടുക്കണം. അടുത്ത വീട്ടിൽ നിന്ന് അറിയരുത് നമ്മുടെ വീട്ടിലെ വിശേഷം. മക്കള്, നമ്മൾ മക്കളുടെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നു. മക്കൾക്ക് പറയാൻ കഴിയും, എന്റെ മെന്റർ, എന്റെ സുഹൃത്ത്, എന്റെ വഴികാട്ടി, എന്റെ പ്രിയപ്പെട്ട മാതാവ് എന്നെ കേൾക്കും, എന്റെ തെറ്റുണ്ടെങ്കിൽ പരിഹരിക്കാൻ എന്നെ കൂടെ നിൽക്കുമെന്ന് ആത്മവിശ്വാസം കൊടുക്കാൻ കഴിയണം. എന്റെ മോളാവട്ടെ, നിങ്ങളുടെ മോളാവട്ടെ, നല്ലൊരു ചൂരിദാർ ധരിച്ച് ഒരു കോളേജിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങുമ്പോ കണ്ണാടിയുടെ മുന്നിലേക്ക് പോയി മുടിയൊക്കെ വാരുമ്പോ ഉമ്മ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയണം, എന്റെ പ്രിയപ്പെട്ട പൊന്നാര മോളെ, ഈ മഞ്ഞ ചൂരിദാർ ഇട്ട് കാണാൻ എന്റെ മോളും ഒരു സുന്ദരിയാ. ഈ പരിഗണന കൊടുക്കേണ്ടത് ഉമ്മയാ. എന്നിട്ട് ഉമ്മയെന്ന് വിചാരിക്കുക, പറഞ്ഞിട്ട് വേണം ഒക്കെ നെകളിപ്പ് വരും, അനങ്ങണ്ട, മസിൽ പിടിച്ച് ഇങ്ങനെ വെക്കും. എന്താ സംഭവിക്കുക? ഞാനും നിങ്ങളും പറയേണ്ട കാര്യം മോളോട് പറഞ്ഞിട്ടില്ലെങ്കിൽ നാലൂർ ടൗണിലൂടെ മോളിങ്ങനെ നടന്നു വരുമ്പോ അപ്പുറത്തെ വീട്ടിലെ റോട്ടിലുള്ള ഷമീറോ അല്ലെങ്കിൽ പ്രദീപനോ പറയും, ഈ മഞ്ഞ ചൂരിദാറിട്ടാണ് നിന്നെ കാണാൻ സുന്ദരിയാണ് മോളെ. ഇടുന്ന കുട്ടിക്ക് പരിഗണന കിട്ടിയത് വീട്ടിൽ നിന്ന് ഉമ്മാന്റെ അടുത്ത് നിന്ന് കിട്ടേണ്ട സാധനം പുറത്തുനിന്നാ കിട്ടിയത്. ഈ പരിഗണന ഞാൻ നിങ്ങളെ വീട്ടിൽ നിന്ന് കൊടുക്കേണ്ടതാണ്. ഭാര്യാഭർത്ത ബന്ധമെടുക്കുക, മക്കളുടെ കാര്യം ഇവിടെ. പ്രിയപ്പെട്ട ഭാര്യ ഒരു കല്യാണത്തിന് വേണ്ടി പോവാൻ റസൂലിന്റെ അതിസുന്ദരമായ വാചകമുണ്ട്, ഭർത്താവിനെ ശപിക്കരുത്. പ്രിയപ്പെട്ട ഭാര്യമാരെ, പ്രവാചകന്റെ വാചകങ്ങളെടുക്ക്, ഭാര്യയെ നിങ്ങൾ കണ്ണുനീര് വീഴ്ത്തരുത്, ഈ ഭൂമി കത്തിപ്പോവും. എത്ര സുന്ദരമായ വചനമാണ്. ഭാര്യ നല്ല സാരിയും ധരിച്ചുകൊണ്ട് കല്യാണത്തിന് വേണ്ടി പോകാൻ വേണ്ടി ഒരുങ്ങുമ്പോ പ്രിയപ്പെട്ട ഭർത്താവ് ഓടി വന്നിട്ട് പറയണം, പരിഗണന ഭർത്താവ് കൊടുക്കണ്ട്. എന്റെ പ്രിയപ്പെട്ട പ്രിയതമേ, 14 വർഷങ്ങൾക്ക് മുന്നേ നിക്കാഹിന്റെ ആ ദിവസമാണ് എന്റെ മനസ്സിന്റെ അഗാധമായ ആഴങ്ങളിലേക്ക് വരുന്നത്. നക്ഷത്ര തിളക്കമുള്ള സുന്ദരമായ നിന്റെ കണ്ണുകൾ, സൂര്യന്റെ പ്രഭയെ പോലെ വെട്ടിത്തിളങ്ങുന്ന നിന്റെ മുഖങ്ങളും വിളിച്ചുകളും ഇന്നും അതുപോലെ ഉണ്ടല്ലോ. ഈ പരിഗണന കൊടുക്കേണ്ടത് ഭർത്താവ്. ഭർത്താവ് എന്ന് വിചാരിക്കുക, പറഞ്ഞിട്ട് വേണം ഒക്കെ ഒരു ഗമകൂടൻ. അനങ്ങണ്ട. ഭർത്താവ് അനങ്ങിയിട്ടില്ലെങ്കിൽ ഈ സാരിയും പറഞ്ഞ് ധരിച്ചു ഓള് മാലൂർ ടൗണിലോട്ട് നടന്നു പോകുമ്പോ അടുത്ത വീട്ടിലെ ഷമീറ പ്രതിഭട്ട പറയും, എന്തൊരു സുന്ദരിയാണോ നീല സാരി ഇട്ട് കാണാൻ. ആരിൽ നിന്നാ പരിഗണന ഇട്ടത്? ഭർത്താവ് കൊടുക്കേണ്ട സാധനം റോട്ടുമത് കൊടുക്കും. ഈ പരിഗണന, കരുതല്, സ്നേഹം വീട്ടിൽ നിന്ന് കൊടുക്കേണ്ടതാ. ഇത് മക്കള് കാണണം. പരസ്പരം ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹബന്ധങ്ങൾ കാണണം, പരിഗണന കാണണം. ഇത് കണ്ടും ഏറ്റവും സുന്ദരമായ മാതൃത്വത്തിന്റെ ലഹരി കുട്ടികൾ നുണയണം. അത്തരം ലഹരികളിലേക്ക് കുട്ടികളെ വാർത്തെടുക്കാൻ നമുക്ക് സാധിക്കണം, പ്രിയപ്പെട്ട രക്ഷിതാക്കന്മാരെ. അതുകൊണ്ട് ഒരു വലിയ സദസ്സിന് സമയമില്ല എന്ന് മനസ്സിലായിക്കൊണ്ട്, അല്ല സമയം ആയിട്ടുണ്ട്, സംഘാടകരൊന്നും പറയാത്തതുകൊണ്ടാണ് ഏകദേശം അരമണിക്കൂറിനാണ് പറഞ്ഞത്. ഞാൻ എന്റെ ഭാഷണത്തിന്റെ അവസാന ഭാഗത്തേക്ക് വരികയാണ്. ആ ഭാഷണം നിർത്താനായോ നോക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഒരു മെസ്സേജ് ഞാൻ നൽകാം. എല്ലാ ഞായറാഴ്ചയും ഒരാൾ പള്ളിയിൽ പ്രസംഗിക്കാൻ വേണ്ടി പോകും. ഇത് കേട്ടോ അപ്പൊ തിരിയും നിൽക്ക്, എന്റെ പ്രസംഗം തീർന്നു. എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ ഒരാൾ വേണ്ടി പ്രസംഗിക്കാൻ വേണ്ടി പോകും. ആയിരക്കണക്കിന് ആളുണ്ടാവും ഇതുപോലെ. പക്ഷെ ഒരു ഞായറാഴ്ച പള്ളിയിൽ പ്രസംഗിക്കാൻ വേണ്ടി പോയപ്പോ ഒരൊറ്റ ആള് അയാൾ തകർന്നുപോയി. എന്നിട്ട് വന്ന ആളോട് ചോദിച്ചു, എന്താ ഇന്ന് ആരും ഇല്ലാത്ത പള്ളിയിൽ പ്രസംഗം കേൾക്കാൻ നിങ്ങൾ ഒറ്റക്കല്ലേ ഉള്ളൂ? അപ്പൊ വന്ന ഒരാളെന്താ പറഞ്ഞെന്നറിയോ? ആള് ഇഷ്ടം പോലെ ഇത്ര സമയം ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ നാട്ടിൽ എന്തോ പ്രശ്നം നടന്നിട്ട് എല്ലാവരും അങ്ങോട്ട് പോയതാ കേട്ടോ, ഇന്ന് ആരും മടങ്ങി വരില്ല. അപ്പൊ പ്രസംഗിക്കാൻ വേണ്ടി വന്ന ആള് പറഞ്ഞ്, ഈ കേൾക്കാൻ വന്ന ഒരാളോട് പറഞ്ഞു, നിങ്ങൾ ഒറ്റക്കല്ലേ ഉള്ളൂ, എന്നാ ഞാൻ ഇന്ന് പ്രസംഗിക്കുന്നില്ല, അടുത്ത ഞായറാഴ്ച വരാം കേട്ടോ എന്ന് പറഞ്ഞ് മടങ്ങിപ്പോവാൻ നേരത്ത് ആ വന്നിരുന്ന ഒരാൾ പറഞ്ഞു, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. പറ, എന്താ കാര്യം? എന്റെ വീട്ടില് വലിയ കോഴിക്കൂടുണ്ട്. ആ കോഴിക്കോട്ടിൽ നിറയെ കോഴികളുണ്ട്. ആ കോഴികൾക്ക് വേണ്ട തീറ്റകളെല്ലാം ഞാൻ തയ്യാറാക്കി ബക്കറ്റിലാക്കിയിട്ട് കൂട്ടിനരികിലേക്ക് പോയി കൂട് തുറന്നു നോക്കിയാല് ഒരുപാട് കോഴികളുള്ള ആ കൂട്ടിൽ നിന്ന് 1-2 കോഴികൾ മാത്രമേ പുറത്തു വന്നിട്ടുള്ളെങ്കിൽ അതിന് തീറ്റ കൊടുക്കാതെ ഞാൻ പോവാറില്ല കേട്ടോ. അപ്പൊ ഇയാൾക്ക് കാര്യം മനസ്സിലാക്കി, അത് ശരി, രണ്ടാളായാലും ഒരാളായാലും സംസാരിക്കണം, തീറ്റ കൊടുക്കണം. 3 മണിക്കൂർ അയാളൊക്കെ സംസാരിച്ചു. എന്നിട്ട് പറഞ്ഞു, എന്റെ പ്രസംഗം എങ്ങനെയുണ്ട്? അപ്പൊ വീണ്ടും അയാൾ പറയാ, എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാണ്ട്. പറ. എന്റെ വീട്ടില് വലിയ കോഴിക്കൂടുണ്ട്. ആ കോഴിക്കൂട്ടിൽ നിറയെ കോഴികളുണ്ട്. ആ കോഴികൾക്ക് വേണ്ട തീറ്റകളെല്ലാം തയ്യാറാക്കി ബക്കറ്റിലാക്കി കൂടിനരികിലേക്ക് ഞാൻ പോയി കൂട് തുറന്നു നോക്കിയാൽ
അതിൽ നിന്ന് 1-2 കോഴികൾ മാത്രമേ പുറത്തു വന്നിട്ടുള്ളെങ്കിൽ അതിനുള്ള തീറ്റയെ ഞാൻ കൊടുക്കാറുള്ളൂ. മൊത്തം തീറ്റ ഞാൻ അവിടെ ചെയ്യാറില്ല. മനസ്സിലായിനോ മാലൂര്? സന്ദർഭവും സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് ഇനി ഒരുപാട് എന്റെ ഉള്ളിലുള്ള മൊത്തം തീറ്റ ഞാൻ ഇവിടെ ചെയ്യാൻ തയ്യാറല്ല. പ്രവാചകന്റെ സന്ദേശവും മൂല്യം, ആ മൂല്യബോധമുള്ള നിരവധി സന്ദേശങ്ങൾ വർത്തമാന കാലഘട്ടത്തിൽ ഏറ്റവും സുന്ദരമായ സാഹചര്യത്തിൽ അർത്ഥവത്താണ്. സമസ്ത മേഖലകളിൽ പ്രവാചകന്റെ കയ്യൊപ്പിട്ട് മതേതരത്വത്തിന്റെ അടുത്ത വീട്ടിൽ പട്ടിണി കിടക്കുന്നതിൽ മതമല്ല നോക്കേണ്ടത്. പട്ടിണി കിടക്കുന്ന ആര്? അവരെ ചേർത്ത് പിടിക്കണം. വയറ് നിറച്ചു നിന്നവൻ എന്നിൽപ്പെട്ടവനല്ല. കുടുംബ ബന്ധങ്ങളെ അറ്റുവീഴുന്നവൻ, മുറിച്ചു കളയുന്നവൻ എന്നെപ്പെട്ടവനല്ല. എല്ലാ മേഖലകളിലും എടുത്തു കഴിഞ്ഞാൽ ഈ ഭൂമിയിലെ സകല ചരാചരങ്ങളിലും കയ്യൊപ്പിയാർത്തിയിട്ടുണ്ട്. ഭൂമിയിലെ ഒഴുകുന്ന നദിയാണെങ്കിൽ പോലും വെള്ളം അനാവശ്യമായി ഉപയോഗിക്കരുത്, മിതമായി ഉപയോഗിക്കുന്ന പഠിപ്പിച്ച പ്രവാചകൻ വചനം വർത്തമാന കാലഘട്ടം പരിശോധിച്ചു നോക്കും നിങ്ങൾ. അതുകൊണ്ട് കുടുംബ ബന്ധങ്ങളുടെ മൂല്യങ്ങൾ മനസ്സിലാക്കി പ്രവാചകന്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് മാലൂര് മഹല്ല് കമ്മിറ്റി സംഘടിപ്പിച്ച ഈ പരിപാടിയിൽ നമ്മുടെ മക്കൾ ജീവിതത്തിന്റെ സുന്ദരമായ ലഹരി നുണയട്ടെ. അവർ ഉപ്പയെ സ്നേഹിക്കട്ടെ, അവർ ഉമ്മയെ സ്നേഹിക്കട്ടെ, ഈ നാടിനെ സ്നേഹിക്കട്ടെ, ഈ രാജ്യത്തെ സ്നേഹിക്കട്ടെ, ഈ കുടുംബത്തെ സ്നേഹിക്കാൻ അവർക്ക് സാധിക്കണം. എന്റെ പ്രിയപ്പെട്ട മക്കളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് 2 ലഹരി വസ്തു ഞാൻ പ്രിഫർ ചെയ്യാം, ഉപയോഗിക്കാം. പക്ഷെ അത് നിങ്ങളെ വീട്ടിലാണ് ഉള്ളത്. അതിന് സൈഡ് എഫക്ട് ഇല്ല. ഒരു പനി വന്നാൽ കഴിക്കുന്ന ഗുളികൾക്ക് പോലും സൈഡ് എഫക്ട് ഉണ്ട്. ഒരു തലവേദന വന്നാൽ കഴിക്കുന്ന ഗുളികൾക്ക് പോലും സൈഡ് എഫക്ട് ഉണ്ട്. എന്നാൽ നിങ്ങളെ വീട്ടിൽ കിടക്കുന്ന 2 ലഹരി വസ്തുക്കൾക്ക് ഒരു സൈഡ് എഫക്റ്റും ഇല്ല. ആ ലഹരി വസ്തുയുടെ പേരാണ് ഉമ്മ, ആ ലഹരി വസ്തുയുടെ പേരാണ് ഉപ്പ. ഉമ്മാന്റെ കാൽ കീഴിലാണ് സ്വർഗം, ഉപ്പാന്റെ കാൽ കീഴിലാണ് അഭയം. അതിസുന്ദരമായ വചനം. മാതാവിനെ പിതാവിനെ ചേർത്ത് പിടിക്കാനുള്ള ആ സുന്ദരമായ ലഹരിയിലേക്ക് നമുക്ക് മുഴുകാൻ കഴിയണം. അത്തരമൊരു ലഹരിയുടെ നാളുകളിലേക്ക് എത്തിക്കാൻ ഇന്നിന്റെ സംഘാടകർ ഏറ്റവും സുന്ദരമായി നബിദിന സന്ദേശവുമായി ബന്ധപ്പെട്ട് അർത്ഥവത്തായ ഒരു സദസ്സ് സംഘടിപ്പിച്ചതിൽ ലഹരിക്കെതിരെ കൈകോർക്കാൻ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ്, വിമുക്തി മിഷൻ നിങ്ങളുടെ കൂടെ, നിങ്ങളോടൊപ്പം, നമുക്കൊപ്പം ഒരുമിച്ച് ഒത്തൊരുമിച്ച് ലഹരിമുക്തമായ നവകേരളം സൃഷ്ടിക്കുന്നതിനായി ഒരുമിച്ച് പോരാടാം. ഒപ്പം പ്രവാചകന്റെ ഏറ്റവും സുന്ദരമായ മൂല്യങ്ങൾ നടപ്പിലാക്കാൻ നമുക്ക് കൈകോർക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.